കർത്താവ് കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ പ്രാരംഭമായിട്ട് ഇൻസിസിവിലെ സഹോദരൻ്റെ വാക്കുകളും പിന്നെ ജഗൽബേർ നമ്മളോട് തുടർന്ന് സംസാരിച്ചല്ലോ. നമ്മൾ കേൾക്കുന്ന വാക്കുകൾ അത് ഒഴുകിപ്പോകാതിരിക്കേണ്ടതിനെന്ന് സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചു. എവിടെ അത് പറയുന്നത്? എബ്രായ ലേഖനത്തിൽ അങ്ങനെ പറയുന്നത്. എബ്രായ 2-ാം അധ്യായത്തിൽ നമ്മൾ കേൾക്കുന്ന വാക്കുകൾ അത് അവിടെ നമ്മളൊരു നങ്കൂരം വിട്ടില്ലെങ്കിൽ കേൾക്കുന്നതൊക്കെ അങ്ങ് ഒഴുകിപ്പോകാനൊരു സാധ്യതയുണ്ടല്ലേ. അതാ നമ്മളവിടെ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ ആ വാക്യം വായിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ 1-ാമത്തെ വാക്യം തന്നെ, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. നമ്മൾ കേട്ട കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ടു. ഈ ആഴ്ചയും നമ്മൾ കുടുംബജീവിതത്തിലെ കാര്യങ്ങളും മാതാപിതാക്കൾ എന്ന നിലയിലുള്ള നമ്മളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും അങ്ങനെ ആ ഒരു കൂട്ടായ്മയെക്കുറിച്ച്, കുടുംബത്തിലും സഭയിലുള്ള കൂട്ടായ്മയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ നമ്മൾ അതുകൊണ്ട് എന്ന് വായിക്കുന്നതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 1-ാം അധ്യായത്തിൽ നമുക്ക് വലിയൊരു രക്ഷയാണ് തന്നിരിക്കുന്നത്. ഈ ഒരു സേവകാത്മാക്കളായിട്ട് ശുശ്രൂഷയ്ക്ക് ദൂതന്മാരൊക്കെ ഉണ്ട്. ആ ദൂതന്മാരെല്ലാം വാഴ്ത്തുന്ന ആ ഒരു സർവശക്തനായ യേശു കർത്താവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചൊക്കെ അസന്നിഗ്ധമായിട്ട് സംശയലേശുവിനെ 1-ാം അധ്യായത്തിൽ ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇത്ര വലിയൊരു രക്ഷയാണെന്ന് അതിൻ്റെ തൊട്ട് താഴെയും നമ്മൾ വായിക്കുന്നുണ്ട്. ഹൗ ഗ്രേറ്റ് എ സാൽവേഷൻ 3-ാമത്തെ വരിയിൽ 2-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നേ? ഇത്ര വലിയ രക്ഷയെ, മലയാളത്തിൽ 4-ാമത്തെ വാക്യത്തിൽ, ഇംഗ്ലീഷിൽ 3-ാമത്തെ വാക്യത്തിൽ, ഇഫ് യു നെഗ്ലക്ട് സോ ഗ്രേറ്റ് എ സാൽവേഷൻ, ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ, 2-4 മലയാളത്തിൽ 4-ാമത്തെ വാക്യം, ഇംഗ്ലീഷിൽ 3-ാമത്തെ വാക്യം, ഇത്ര വലിയൊരു രക്ഷയാണ് കർത്താവ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ, നമ്മളുടെ സഭയിലെ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ കർത്താവ് നമ്മളോട് അരുളി ചെയ്യുന്ന കാര്യങ്ങളായിട്ട് ആ വചനങ്ങൾ എടുക്കുവാൻ, അത് താഴ്മയോടെ ആ വചനങ്ങൾ ഏറ്റെടുക്കുവാൻ നമുക്ക് അധിക ശ്രദ്ധയോടെ ആയിരിക്കാം. നമ്മൾ എന്തൊക്കെയാണ് കേട്ടത്? ആ ഒരു കുടുംബജീവിതത്തിലെ കൂട്ടായ്മ നമ്മൾ ആ സഹോദരൻ കേൾക്കാൻ തുടങ്ങിയപ്പോൾ, സാക്ബേറിനോട് ആ സഹോദരൻ സംസാരിച്ചപ്പോൾ വേറെ ചോദിച്ചത് എന്താ, എങ്ങനെയുണ്ട് കൂട്ടായ്മ, സഭയിലെ കൂട്ടായ്മ എങ്ങനെയുണ്ട്? ഇപ്പം നമ്മുടെ കായംകുളം ചർച്ചിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഉത്തരം പറയണ്ടേ? ഇവിടെ CFC കായംകുളത്തിൽ എങ്ങനെയുണ്ട് കൂട്ടായ്മ, സഹോദരങ്ങൾ തമ്മിലുള്ള ആ ഒരു ഫെലോഷിപ്പ്? നമ്മളുടെ വീട്ടിൽ എങ്ങനെയുണ്ട് കൂട്ടായ്മ? നമ്മളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ എങ്ങനെയുണ്ട് കൂട്ടായ്മ? എങ്ങനെ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള കൂട്ടായ്മ എങ്ങനെയുണ്ട്? സഹോദരങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മ എങ്ങനെയുണ്ട്? അപ്പനമ്മമാരും മക്കളുമായിട്ടുള്ള കൂട്ടായ്മ, മക്കൾ തമ്മിലുള്ള കൂട്ടായ്മ, ആ കാര്യങ്ങൾ നമ്മൾ എത്രമാത്രം പ്രാധാന്യത്തോടെ നോക്കി കാണുന്നു. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ പല കാര്യങ്ങളൊക്കെ കേട്ട് അങ്ങനെ ഒരു വഴുവഴുപ്പൻ രീതിയിൽ അങ്ങ് പോവുകയാണോ, ഒരു ഉപരിപ്ലവമായ രീതിയിൽ അങ്ങനെ നമ്മുടെ ക്രിസ്ത്യ ജീവിതം അങ്ങനെ അങ്ങ് പോവുകയാണോ, അതോ കർത്താവിനോടുള്ള കൂട്ടായ്മയെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ ഊന്നി പറയുന്നത്? അതാണ് ഊന്നി പറയേണ്ടതും. ഓഫ് കോഴ്സ് കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നിന്നാണ് പരസ്പരമുള്ള കൂട്ടായ്മയും കുടുംബത്തിലുള്ള കൂട്ടായ്മയും സഭയിലുള്ള കൂട്ടായ്മയൊക്കെ വരുന്നത്. അപ്പോൾ കർത്താവിനോടുള്ള കൂട്ടായ്മയും കർത്താവിനെ അനുസരിക്കുന്ന കാര്യങ്ങളും നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ശിഷ്യത്വ ജീവിതം നമ്മളത് പല ആഴ്ചകളിൽ നമ്മൾ ഊന്നി പറയുന്നു. എന്നാൽ ചില ആഴ്ചകളിലെങ്കിലും നമ്മൾ ഈ ഒരു പരസ്പരമുള്ള കൂട്ടായ്മ എന്ന് പറയുമ്പം നമ്മളുടെ വീട്ടിൽ ഭാര്യയോടുള്ള കൂട്ടായ്മ, ഭർത്താവിനോടുള്ള കൂട്ടായ്മ, മക്കളോടുള്ള ഒരു ഫെലോഷിപ്പ്, മക്കളോടുള്ള ഒരു ഗുഡ് ടൈം വിത്ത് ദ ചിൽഡ്രൻ, കൊച്ചുമക്കളുള്ളവർക്ക് കൊച്ചുമക്കൾ, അവരോടൊക്കെയുള്ളൊരു കൂട്ടായ്മ. പിന്നെ നമ്മൾ അപ്പനമ്മമാർ വിശ്വാസികളായിട്ടുള്ളവരും അല്ലാത്തവരും ഒക്കെ കാണും. എന്നാൽ അവരെ നമ്മളെങ്ങനെ നോക്കിക്കാണുന്നു, അങ്ങനെ അവർ നമ്മളെ എത്രമാത്രം കരുതുന്നു എന്ന് പറഞ്ഞാൽ, പണ്ടിങ്ങനെ സാങ്ക്വേർ പറഞ്ഞൊരു എക്സാമ്പിൾ കേട്ടിട്ടുണ്ട്. അന്നൊക്കെ ടേപ്പ് റെക്കോർഡറൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള സമയം. ഇന്നൊക്കെ ടേപ്പ് റെക്കോർഡറൊക്കെ പറഞ്ഞാൽ വലിയ മ്യൂസിയത്തിലും കാണുമായിരിക്കും. അപ്പം വിൽ യു ഗിഫ്റ്റ് ടേപ്പ് റെക്കോർഡർ ദാറ്റ് ഡസ് നോട്ട് വർക്ക് അറ്റ് യുവർ ഹോം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലൊരു ടേപ്പ് റെക്കോർഡർ ഇരിക്കുന്നുണ്ട്, അത് നോക്കുമ്പോൾ വർക്ക് ചെയ്യുന്നൊന്നുമില്ല,
അപ്പോൾ ഒരാൾ ഹൗസ് വാമിങ്ങിനെ വിളിച്ച് ഈ ടേപ്പ് റെക്കോർഡർ കൊണ്ട് ഗിഫ്റ്റായിട്ട് കൊണ്ട് കൊടുത്തേക്ക്. നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിൽ വർക്ക് ചെയ്യാത്ത ഒരു സംഭവം നമ്മൾ വേറൊരാൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുമോ എന്ന് ചോദിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പം പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലാക്കണം. വീട്ടിൽ നമ്മൾ പറയുന്ന വചനങ്ങൾ, നമ്മൾ പറയുന്ന വലിയ വലിയ പുതിയ നിയമത്തിൻ്റെ, പുതിയ ഉടമ്പടിയുടെ മർമ്മം, ദൈവഭക്തിയുടെ മർമ്മം, ശിഷ്യത്വത്തിൻ്റെ മാർഗം, ക്രൂസിൻ്റെ വഴി, ജഡമാകുന്ന തിരശ്ശീല ചീന്തപ്പെട്ട് നമ്മൾ അതിവിശുദ്ധ സ്ഥലത്ത് കർത്താവിനോടുള്ള കൂട്ടായ്മ, അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ പറയുന്നു. എന്നാൽ ഇത് വീട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? വീട്ടിലിത് ഈ ടേപ്പ് റെക്കോർഡർ വീട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? എന്നാലും നമുക്കതൊരു വേറൊരാൾക്ക് അത് ഗിഫ്റ്റ് ചെയ്യാൻ, നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഈ സുവിശേഷം, ഈ തേജസ്സേറിയ സുവിശേഷം, അത് പാപക്ഷമയുടെ സുവിശേഷം മാത്രമല്ല, നമ്മളെ പാപത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ച് കർത്താവിനോട് അനുരൂപപ്പെടുത്തുന്ന ഈ ഒരു സുവിശേഷം നമ്മുടെ വീട്ടിൽ യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, വർക്ക് ചെയ്യുന്നത് പോലെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ഓരോ സഹോദരനോട്, എന്നോട് തന്നെയും ഓരോ സഹോദരനോടും ഓരോ സഹോദരിയോടും, ഞാൻ ഓരോ കുഞ്ഞുങ്ങളോടും ഞാൻ വ്യക്തിപരമായിട്ട് ചോദിക്കുക. നമ്മളുടെ വീട്ടിൽ നമ്മളുടെ അപ്പോൾ ഈ സാക്ബേറൊക്കെ പറയുന്ന ചില വാക്കുകൾ അങ്ങനെ വളരെ ഇങ്ങനെ ആഴത്തിലിങ്ങനെ കുത്തിക്കയറും എന്ന് പറയുന്നത് പോലെ ഈ സഹോദരനോട്, ഈ വാങ്ഹായ് പാൻ എന്ന് പറയുന്ന സഹോദരനോട് ഹൗ ഈസ് ദ ഫെലോഷിപ്പ് എന്ന് ചോദിക്കുമ്പോൾ അത് സാധാരണ ആൾക്കാർ ചോദിക്കുന്ന പോലല്ലേ, ഒരു അപ്പോസ്തലിക് ശുശ്രൂഷയുള്ള ഒരു ഉത്തരവാദിത്തമുള്ള ആത്മീയ പിതാവായിട്ടുള്ളൊരു സഹോദരൻ ചോദിക്കുമ്പോൾ അത് വളരെ കുത്തിക്കയറുന്ന ചോദ്യമാണ്. എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ഹൃദയത്തോട് ഇന്ന് കർത്താവ് അതുപോലെ പോയിഗ്നൻ്റ് ആയിട്ട് നമ്മളുടെ ആത്മാവിലേക്ക്, നമ്മളുടെ ജഡത്തിൻ്റെ തിരശ്ശീലയും ചീന്തി നമ്മുടെ ആത്മാവിലേക്ക് ചെല്ലുന്ന ഒരു തുളച്ച് കയറുന്ന ഒരു ചോദ്യമായിട്ട് ഈ കാഹളധ്വനി പോലെയുള്ള കർത്താവിൻ്റെ ശബ്ദത്തെ നമ്മളിന്ന് ഗവനിക്കുന്നുണ്ടോ? അതോ കേൾക്കുന്നതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഒഴുകിപ്പോയി? എന്ന് വെച്ചാൽ ഈ കപ്പലിൻ്റെ നങ്കൂരം ഇടുന്ന കാര്യമൊക്കെ അവിടെ ഇവിടെ ഈ എബ്രായ ലേഖനത്തിൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് 6-ാം അധ്യായത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് വേണം, തിരശ്ശീലയ്ക്ക് അപ്പുറം വേണം നിങ്ങളുടെ നങ്കൂരം, വിശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ നങ്കൂരം ഒക്കെ ഇടേണ്ടത് ഒരു കപ്പലിൻ്റെ ഭാഷയിൽ. ഇങ്ങനെ സാക്ബേറിന് ഏറ്റവും ഇഷ്ടമുള്ള ലേഖനം എബ്രായ ലേഖനം എന്ന് പറയും. അതിനകത്ത് കുറച്ച് കപ്പൽ ഭാഷയും കൂടെ ഉള്ളതുകൊണ്ടാണ് വേറെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്, എനിക്കറിയത്തില്ല. എന്തായാലും അതിൻ്റെ ഇതേ എബ്രായ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ദിസ് ഹോപ്പ് വി ഹാവ് ആസ് എൻ ആങ്കർ ഓഫ് ദ സോൾ, നമ്മളുടെ പ്രാണന്റെ ഒരു നങ്കൂരമായിട്ട്, ആ പ്രാണന്റെ നങ്കൂരം, മലയാളത്തിൽ ആത്മാവിലെ നങ്കൂരം എന്ന് തെറ്റായ പരിഭാഷയാണ്, പ്രാണന്റെ നങ്കൂരം അതിവിശുദ്ധ സ്ഥലത്ത് ആത്മാവിൽ ഇടണം എന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നതിൻ്റെ എബ്രായ ലേഖനം 6:19. ആ പ്രത്യാശ നമുക്ക് പ്രാണന്റെ ഒരു നങ്കൂരം തന്നെ, അത് നിശ്ചിതവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് കിടക്കുന്നതുമാകും. തിരശ്ശീലയ്ക്കകത്തായി ആത്മാവ്, ജഡമാകുന്ന തിരശ്ശീലയ്ക്കകത്ത് ആത്മാവ്, നമ്മുടെ സമാഗമന കൂടാരത്തിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ നമ്മുടെ ആത്മാവിൽ ഒരു നങ്കൂരമായിട്ട് ഈ പ്രത്യാശ, ഈ പ്രത്യാശ നമ്മുടെ പ്രാണന്റെ ഒരു നങ്കൂരമായിട്ട്, ഈ പ്രത്യാശ എന്ന് പറയുമ്പം കർത്താവ് നമ്മളുടെ മഹാപുരോഹിതനായിട്ടുണ്ട്. കർത്താവ് നടന്ന ആ വഴിയിലൂടെ നടത്തും. കർത്താവ് നമ്മളെയും ആ തേജസ്സിലേക്ക് ഓരോ ദിവസവും കർത്താവിനെ പോലെ അനുരൂപപ്പെടുന്ന ആ ഒരു ജീവിതത്തിലേക്ക്, സ്വസ്ഥതയുള്ളൊരു ജീവിതത്തിലേക്ക് കർത്താവ് നമ്മളെ നടത്തും. ആ സ്വസ്ഥതയെ പ്രവേശിക്കുന്നതിനെ കുറിച്ചൊക്കെ 4-ാമത്തെ അധ്യായത്തിലൊക്കെ വായിക്കുന്ന ഈ ഒരു അതിവിശുദ്ധ സ്ഥലമാകുന്ന ആത്മാവിൻ്റെ തലത്തിലുള്ള അതിവിശുദ്ധ സ്ഥലത്തുള്ള ആ ഒരു സ്വസ്ഥതയിലേക്കുള്ള ഒരു ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ നടത്തും എന്നുള്ള വലിയ പ്രത്യാശയൊക്കെ ഒരു നങ്കൂരമായിട്ട്, ആ പ്രത്യാശ നമ്മളുടെ പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിന്തകളും വികാരങ്ങളും തീരുമാനങ്ങളൊക്കെ അടങ്ങുന്ന നമ്മളെ പ്രാണൻ. ആ പ്രാണൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആടി ഒലഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പല ഉപദേശങ്ങൾ അവരിങ്ങനെ പറയുന്നു, ഇവരിങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആൾക്കാർ എന്ത് പറയുന്നു, ലോകത്തിൻ്റെ സിസ്റ്റം, അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളുടെ ലോകത്തിൻ്റെ വ്യവസ്ഥിതിയായിട്ട് നമ്മളുടെ പ്രാണൻ, നമ്മളുടെ ആ ദേഹി അങ്ങ് ആടി ഒലഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ പ്രാണൻ്റെ ഒരു നങ്കൂരം ആയിട്ട് ഒരു പ്രത്യാശയാകുന്ന, പരിശുദ്ധാത്മാവ് തരുന്ന ഈ ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യാശ, യേശു എന്നെ സ്വസ്ഥതയിലേക്ക് ഉള്ള ഒരു ജീവിതത്തിലേക്ക് നയിച്ച് ഈ സ്വസ്ഥതയിൽ പ്രവേശിപ്പിക്കും. ആ ഒരു വലിയ പ്രത്യാശ, ആ ഒരു പ്രാണന്റെ നങ്കൂരമായിട്ട് അതിവിശുദ്ധ സ്ഥലത്ത് ആത്മാവിൻ്റെ തലത്തിൽ ആ പ്രത്യാശ ആയിരിക്കണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത് നങ്കൂരം ഇട്ടില്ലെങ്കിൽ, കപ്പലൊക്കെ നങ്കൂരം ഇട്ടില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ നോക്കുമ്പോൾ കപ്പലവിടെ നങ്കൂരൊന്നും ഇട്ടില്ലെങ്കിൽ അനങ്ങാതിരിക്കുന്നത് നമുക്ക് തോന്നും. ഒന്ന് രാവ് വെളുത്ത് വരുമ്പോഴത്തേക്കും നോക്കുമ്പോൾ കപ്പലങ്ങ് കടലിൽ എവിടെയോ പോയി കിടക്കും. നമ്മൾ നോക്കുമ്പോൾ അനങ്ങാതിരിക്കുന്നതായിട്ട് തോന്നും, വലിയ കപ്പലായതുകൊണ്ട്. കുറച്ച് കഴിയുമ്പോഴാണ് എത്രമാത്രം പോയി. അതെന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ഈ ദൈവവചനം കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന വചനങ്ങൾ, അതാ നമ്മൾ 2:1 നമ്മൾ ആദ്യം വായിച്ചു, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന്, that we may pay much closer attention to what we have heard so that we do not drift away from it.
അതിൽ നിന്ന് ഒഴുകിപ്പോകാതെ ഈ നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള കൂട്ടായ്മയെക്കുറിച്ചും സഭയുടെ കൂട്ടായ്മയെക്കുറിച്ചും ഒക്കെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ അത് അതീവ ശ്രദ്ധയോടെ കേട്ട് കർത്താവേ ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമാക്കി കർത്താവേ എൻ്റെ കുടുംബത്തിൽ എൻ്റെ സഭയിലുള്ള സഹോദരങ്ങളുള്ള ഒരു കൂട്ടായ്മ, അവരോട് ആത്മാവിലുള്ള ഒരു ഐക്യത്തിലേക്ക് കർത്താവേ ഈ വചനങ്ങൾ എന്നെ നയിക്കണം. അതിനായിട്ട് ഞാൻ കർത്താവേ ഈ വചനത്തിന് ഞാൻ എന്നെ കീഴടക്കി തരുന്നു. അത് കർത്താവ് ഈ വചനം തരുന്ന ഈ പ്രത്യാശ ഒരു എൻ്റെ പ്രാണൻ്റെ നങ്കൂരമായിട്ട് ആത്മാവിൽ യുഗങ്ങളുടെ പാറയാകുന്ന ആ കർത്താവിൽ പാറമേൽ നങ്കൂരം ഇട്ടാലത് ഒഴുകിപ്പോകത്തില്ല. അത് ഒഴുകിപ്പോകാതെ ആയിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ കുടുംബത്തിലാക്കി വെച്ചിരിക്കുന്നു. ദൈവം ഏകാകികളെ കുടുംബത്തിലാക്കുന്നു എന്ന് പറഞ്ഞൊരു വാക്യം സങ്കീർത്തനം 68 സങ്കീർത്തനത്തിലുണ്ട്. ദൈവം ആരാണ് നമ്മളെ വിവാഹബന്ധത്തിലേക്ക് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്? നമ്മളിപ്പം ഇവിടെ ആയിരിക്കുന്ന ഭൂരിഭാഗം എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും വിവാഹിതരാണ്, ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളുമൊക്കെ ഉണ്ട്. എൻ്റെ മാരേജുമായിട്ട് ഞങ്ങളുടെ എൻ്റെ സിസ്റ്ററുടെ മാരേജ് 2011 ഫെബ്രുവരിയിൽ ചേർച്ചായിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു 1.5 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മാരേജ്. 1.5 വർഷം അല്ലേ 2013 ഒക്ടോബറിലാണ് നടക്കുന്നത്. അപ്പോൾ 1.5 വർഷത്തോളം ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ശ്രീകലയുടെ പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒരു ആ ഒരു മാരേജിനായിട്ട് ദൈവം തീരുമാനിച്ച ആ ഒരു ജീവിത പങ്കാളിയുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ജീവിതം പ്രാർത്ഥനയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ അതിൻ്റെ അപ്പുറത്തെ വശത്ത് സ്ത്രീകൾ ജീവിച്ചിരിപ്പുണ്ടോ കാര്യം തന്നെ സംശയമായിരുന്നു. തക്കവണ്ണം ഉള്ള കാര്യങ്ങളായിരുന്നു അപ്പുറത്ത് നടന്നിരുന്നത്. വെച്ചാൽ വേറെ ഫോൺ കോൺടാക്റ്റോ കാര്യങ്ങളൊന്നുമില്ല. വീട്ടിൽ നമ്മുടെ സഹോദരങ്ങളൊക്കെ ചെന്ന് നോക്കുമ്പോഴും ആളെ കാണുവാനില്ല. അതുപോലെ ഒരു ആള് ജീവിച്ചിരിപ്പുണ്ടോ, ഇനി വല്ല ദുരഭിമാന കൊലപാതകം വല്ല നടന്നിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കത്തക്ക വണ്ണമുള്ള വേറെ കൂട്ടുകാരികളും അൺബിലീവേഴ്സായിട്ടുള്ള അവിശ്വാസികളായിട്ടുള്ള ബാച്ച്മേറ്റ്സ് തന്നെയൊക്കെ വീട്ടിൽ വന്നെന്ന് തോന്നുന്നല്ലേ. വീട്ടിൽ വന്നിട്ട് പോലും കാണാൻ അനുവദിച്ചില്ല. തുടക്കത്തിലൊന്ന് കാണാൻ അനുവദിച്ചെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആളെ കാണാനില്ല. അപ്പോൾ ഇനിയിപ്പോൾ ആൾ ജീവനോടെ ഉണ്ടോ എന്നുള്ള കരുതത്തിന് സംശയമാകുന്ന സമയത്ത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ പ്രപ്പോസൽ ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്തത് ബീന എന്ന് പറഞ്ഞൊരു ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ളൊരു മാഡമാണ്. അവിടെ ബിലീവറായിട്ടുള്ളൊരു മാഡം അവിടെ സഞ്ജീവനി ഹോസ്പിറ്റൽ അവിടെ ഇപ്പം ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുക അവിടെ ചെങ്ങന്നൂർ. മാഡം ഈ വാക്യം ഒരു പ്രോമിസായിട്ട് എപ്പോഴോ പറഞ്ഞതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. ഈ സങ്കീർത്തനം 68:6 ഞാനിപ്പം പറഞ്ഞപ്പം ആ ഒരു കാര്യം ഓർത്തുകൊണ്ട് ഞാൻ ആ ഒരു കുറച്ചൊരു കഥ പറഞ്ഞ്. സങ്കീർത്തനം 68:6 ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. അതായത് നമ്മൾ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം ഏദൻ തോട്ടത്തിൽ ആദാമിനെ കണ്ടിട്ട് പറഞ്ഞതുപോലെ നമ്മൾ ഏകാഗിയായിട്ട് ഗോഡ് മേക്സ് എ ഹോം ഫോർ ദ ലോൺലി. അപ്പോൾ ദൈവമാണ് നമ്മളെ കുടുംബത്തിലാക്കിയിരിക്കുന്നത്. നമുക്ക് ഭാര്യയെ ഭർത്താവിനെ കുഞ്ഞുങ്ങളെയൊക്കെ തന്ന് ദൈവമാണ് നമ്മുടെ കുടുംബത്തിൽ. അത് കഴിഞ്ഞിട്ട് അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു. നമ്മൾ പല ബന്ധനങ്ങളിലൊക്കെ ആയിരിക്കുന്ന നമ്മളെ പ്രിസനേഴ്സിനെയൊക്കെ ദൈവം സൗഭാഗ്യത്തിൽ പ്രോസ്പെരിറ്റിയിൽ വസിക്കുമാറാക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്നാൽ മത്സരികൾ വരേണ്ട ദേശത്ത് പാർക്കും. എന്നാൽ ഇന്ന് പല കുടുംബങ്ങൾ വീടിൻ്റെ അവസ്ഥകൾ നോക്കുവാണെങ്കിൽ വരേണ്ട ദേശമാണ്. അവിടെ ഭാര്യയും ഭർത്താവും ഉണ്ട്, ദൈവം കുടുംബത്തിൽ വസിക്കുമാറാക്കി. പക്ഷെ രണ്ടുപേരും ഏകാഗികളാണ്, തമ്മിൽ വലിയ കൂട്ടായ്മയൊന്നുമില്ല. എത്ര ഇഞ്ച് കനത്തിലുള്ള വാളാണ് എന്ന് ചോദിച്ചാൽ മതിലാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വാൾ. ആ ഒരു മതിൽ ചൈന വൻമതിലിനെക്കാട്ടി വലിയ മതിലുകളാണ് പലപ്പോഴും പല കുടുംബത്തിലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു മതിൽ. അങ്ങനെ ഒരു മതിൽ നമ്മുടെ ആരുടെയെങ്കിലും കുടുംബത്തിലുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ മതിലൊക്കെ ഇപ്പം തന്നെ തച്ചുടയ്ക്കേണ്ട ദിവസമാണിത്. അതായത് ദൈവം തലയും ശരീരവുമായിട്ട് നമ്മളെ ഭാര്യയും ഭർത്താവിനെ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം. അത് ക്രിസ്തുവിൻ്റെ തല പിതാവാണ്, പുരുഷൻ്റെ തല ക്രിസ്തുവാണ്. അത് കഴിഞ്ഞിട്ട് സ്ത്രീയുടെ തല പുരുഷനാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല. 1 കൊരിന്ത്യർ 11 അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോവുകയാണെങ്കിൽ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ പറയുന്ന കാര്യമാണ്. അതായത് ആ കമ്പാരിസൺ നമ്മൾ ആലോചിക്കുമ്പോൾ ഇത്ര വലിയൊരു ഉപമ അങ്ങ് പറഞ്ഞു കളഞ്ഞല്ലോ, ഇത്ര വലിയൊരു ആഴത്തിലുള്ളൊരു ഉപമ. 1 കൊരിന്ത്യർ 11 3-ാമത്തെ വാക്യം, എന്നാൽ ഏത് പുരുഷൻ്റെയും തല ക്രിസ്തുവാകുന്നു. ഒരു പുരുഷൻ്റെ തല, ഇപ്പം ഞാനൊരു പുരുഷനാകുന്നു, എൻ്റെ തല ക്രിസ്തുവാണ്, യേശു കർത്താവ്. സ്ത്രീയുടെ തല പുരുഷൻ. അതായത് എനിക്ക് തന്ന ഭാര്യയാകുന്ന സ്ത്രീകളെ ആകുന്ന ശരീരയുടെ തലയായിട്ട് ദൈവം എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നു. സ്ത്രീയുടെ തല പുരുഷൻ.
ക്രിസ്തുവിൻ്റെ തല, എൻ്റെ തല ക്രിസ്തു, ആ ക്രിസ്തുവിൻ്റെ തല ആരാ? ദൈവപിതാവ്. അതാ ക്രിസ്തുവിൻ്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തലയും ശരീരവും വേർപെട്ടാൽ പിന്നെ എന്താ ഉള്ളേ? ജീവനുണ്ടോ? മരണമേ ഉള്ളൂ. എപ്പോഴും കുഴിച്ചിടണമെന്ന് ചോദിച്ചാൽ മതി എന്ന് പറയുന്നത് പോലുള്ള ഒരവസ്ഥ, ഒരു തലയും ശരീരവും പോലുള്ള ഒരു അഭേദ്യമായൊരു ബന്ധം, അതുപോലെയൊക്കെയുള്ള ആ ഒരു ആഴത്തുള്ളൊരു കൂട്ടായ്മ. ആ കൂട്ടായ്മയ്ക്ക് തടസ്സം നമ്മളെപ്പോഴും പറയുന്നത് പോലെ എന്താ? നമ്മളുടെ സ്വന്തം ഇഷ്ടം, നമ്മളുടേതായ ചില വചനത്തിന് വിരുദ്ധമായിട്ടുള്ള ചില നമ്മളുടേതായ ചില പാരമ്പര്യങ്ങളോ, നമ്മളുടേതായ പഠിച്ചു വെച്ച ചില ശീലങ്ങളോ, നമ്മുടേതായ ചില മുൻഗണനകളോ, നമ്മളുടേതായ ചില സ്വന്തം താല്പര്യങ്ങളോ, അതിനെ ആ ബൈബിളിൽ പാപം എന്ന് വിളിക്കുന്നത്. ആ സ്വന്തം ഇഷ്ടം, ആ വചനത്തിന് വിരുദ്ധമായിട്ട് നമ്മളിലുള്ള എന്തോ, അതാണ് ജഡം, ഫ്ലഷ്, സെൽഫ് വിൽ, സ്വയജീവൻ. നീ എന്തൊക്കെ എത്രയൊക്കെ വാക്കുകൾ പറഞ്ഞാലും ഇങ്ങനെ അതുപോലെ ഈഗോ, ഞാൻ എന്നുള്ള ഒരു ഭാവം, അതാണ് കൂട്ടായ്മയ്ക്ക്, അത് സഭയിലുള്ള കൂട്ടായ്മയാകട്ടെ കുടുംബത്തിലുള്ള കൂട്ടായ്മയാകട്ടെ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പം ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള ആ ഒരു കൂട്ടായ്മ അവിടെ അത് തലയും ശരീരവും പോലെ, തലയെന്ന് പറയുമ്പോൾ അവിടെ തലച്ചോറിനെയാ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് പറയുവാണെങ്കിൽ തലച്ചോറിനെ ഉദ്ദേശിക്കുന്നത് എന്ന് സാക്ബേർ തന്നെ അത് അങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തലയെന്ന് പറയുമ്പോൾ ഹെഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു തലയായിട്ട് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്ന, നമ്മൾ ശരീരത്തിലെ അവയവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 1:12 ശരീരത്തിലെ അവയവങ്ങളെക്കുറിച്ച് പറയുമ്പോഴും കണ്ണും മൂക്കും ചെവിയൊക്കെ പറയുന്നുണ്ട്. അപ്പം കഴുത്തിന് താഴോട്ടുള്ളത് മാത്രമല്ല, ഈ കണ്ണും മൂക്കും ചെവിയെല്ലാം ശരീരത്തിൻ്റെ ഭാഗമായിട്ടാണ് 1:12 പറയുന്നത്. അപ്പം തലച്ചോറെന്നുള്ള അർത്ഥത്തിലാണ് പൗലോസ് അവിടെ തല എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ആ തലച്ചോറാണ് എല്ലാത്തിലേക്കും ആ ഒരു ഇന്നോവേഷൻ, ഞരമ്പുകൾ, തലച്ചോറിൽ നിന്നുള്ള ഞരമ്പുകൾ എല്ലാ അവയവങ്ങളിലേക്കും എന്ന് പറയുന്നത് പോലെ അതുപോലെ അഭേദ്യമായൊരു ബന്ധം. ആ ബന്ധത്തിന് തടസ്സമായിട്ടുള്ളത് നമ്മളുടെ ആ ഒരു സ്വന്തം ഇഷ്ടമാകുന്ന ചൈനീസ് വൻമതിലാണ്. വലിയ ചൈനീസ് വൻമതിൽ എന്ന് പറയുമ്പോൾ ചില മതിലുകളുടെ മേലെ പോലും രഥങ്ങൾ സവാരി ചെയ്യുന്ന തരത്തിലുള്ള വീതിയുള്ള മതിലുകളെ കുറിച്ചൊക്കെ എനിക്കൊന്ന് ബാബിലോണിൻ്റെ വൻമതിലാണ് എന്തൊക്കെയോ അങ്ങനെയൊക്കെയുള്ള ചില മതിലുകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള ഒരു സ്വയഹിതമാകുന്ന, സ്വന്തം ഇഷ്ടമാകുന്ന മതിലാ നമ്മളുടെ ജീവിതത്തിലുള്ള. എന്നാൽ അത് ദൈവവചനമാകുന്ന ചുറ്റിക, ദൈവവചനമാകുന്ന വാൾ, ദൈവവചനത്തെ ചുറ്റികയോടും വാളിനോടും ഒക്കെ ഉപമിച്ചിട്ടുണ്ട്. വാളിനോട് ഉപമിച്ചിട്ടുള്ളത് നമ്മളിപ്പോഴും പറയുന്ന പോലെ എബ്രായർ 4:12 എഫേസ്യർ 6:17 ഒക്കെ വാളിനോടാണ് ദൈവവചനത്തെ ഉപമിച്ചിട്ടുള്ളത്. ചുറ്റികയോട് ഉപമിച്ചിരിക്കുന്നത് എവിടെ? യെരമ്യാവ് 23:29 എൻ്റെ ഓർമ്മ. അത് 23:29 ദൈവവചനത്തെ തീയോടും വാളിനോടും ചുറ്റികയോടും ഒക്കെ ഉപമിച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് റെഫറൻസ് കറക്റ്റാണോ എന്ന് നോക്കട്ടെ. 23:29 എന്നാണ് എൻ്റെ ഓർമ്മ. അത് തിരിച്ചാണ്, അത് 23:29. എൻ്റെ വചനം തീ പോലെ പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയോ അല്ലയോ? അപ്പം നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഇതുപോലെയുള്ള ഒരു സ്നേഹത്തിലുള്ള ഒരു കൂട്ടായ്മയാണെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സ്റ്റാൻഡേർഡ് എങ്കിൽ അതിന് തടസ്സമായിട്ട് നമ്മളുടെ നമുക്ക് ഇപ്പം സഹോദരിമാർക്ക് എനിക്ക് എൻ്റെ ഭർത്താവിന് അങ്ങ് കീഴടങ്ങാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യ അതുപോലെ സ്നേഹിപ്പാനും കരുതാനും അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സംരക്ഷിക്കാനും അവൾക്ക് വേണ്ടുന്നത് കൊടുക്കാനും കുടുംബത്തിലുള്ള അതിനുള്ള ഉത്തരവാദിത്തത്തോടെ കുടുംബത്തിന് വേണ്ടുന്ന കാര്യങ്ങളെയൊക്കെ പ്രൊവൈഡ് ചെയ്യാനും കുടുംബത്തെ മുമ്പിൽ നിന്ന് നയിക്കാനും ഭർത്താവിന് അതിനൊരു നട്ടലില്ല അല്ലെങ്കിൽ ആണത്വമില്ല എന്നൊന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മളുടെ സ്വയജീവൻ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. നമ്മളുടെ ആ സ്വന്തം ഇഷ്ടത്തെ അവിടെ ദൈവവചനമാകുന്ന ആ തീയും ചുറ്റികയും പോലെയുള്ള ആ ദൈവവചനത്തിന് മുമ്പാകെ നമ്മളങ്ങ് കീഴടങ്ങുക. കർത്താവെ, എന്നെ ഒരു നട്ടലുള്ള ഭർത്താവാക്കി മാറ്റണം, എന്നെ ഒരു കർത്താവെ സമർപ്പണമുള്ള വിധേയത്വമുള്ള സൗമ്യതയും സാവധാനതയുമുള്ള ആത്മാവുള്ള ആ ഒരു സഹോദരിയാക്കി എന്നെ മാറ്റണം എന്നുള്ളൊരു പ്രാർത്ഥന നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് അത് കർത്താവെ നമ്മൾ ഇത് അധികമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ശരിയാണ് മറ്റ് ആൾക്കാരെ അപേക്ഷിച്ചൊക്കെ ഞങ്ങൾ ഭേദമാണെന്ന് നമുക്ക് തോന്നുന്ന അങ്ങനെയല്ല കർത്താവെ, ഇനിയും അങ്ങ് ആഗ്രഹിക്കുന്ന ആ സ്റ്റാൻഡേർഡിന് ഒത്തവണ്ണം കർത്താവെ, അതായത് സഭ ക്രിസ്തുവിനോട് കീഴടങ്ങുന്നത് പോലെ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് എല്ലാത്തിലും കീഴടങ്ങിയിരിക്കുമെന്ന് അവിടെ എഫേസ്യർ 5-ാം 22 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ എല്ലാത്തിലും കർത്താവെ അതുപോലെയുള്ള കീഴടങ്ങൽ കർത്താവെ എനിക്ക് തരണമേ. അതുപോലെ തന്നെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്ന ഒരു
ഭർത്താവ്. അയ്യോ കർത്താവേ, ആ ഒരു സ്റ്റാൻഡേർഡ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ കല്യാണം നടന്നത് അതിൻ്റെ കഥ പറയുമ്പോൾ എപ്പോഴും കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാന്ന് പറയുന്നത് വെച്ചാൽ 2013 നടന്നെങ്കിൽ കോവിഡൊക്കെ വന്ന ഇവിടെ 2021 അല്ലേ. പക്ഷെ ഞങ്ങൾക്ക് കോവിഡ് പ്രോട്ടോകോൾ എപ്പോഴും നടന്നതെന്ന് ചോദിച്ചാൽ 2013 ഞങ്ങളുടെ കല്യാണത്തിന് ആകപ്പാടെ എത്ര, ഞങ്ങളും കൂടെ ഉൾപ്പെടെ 18 പേരെ ഉള്ളായിരുന്നു. ഞങ്ങളും കൂടെ ഉൾപ്പെടെ പിന്നെ കോടാനുകൂടി ദൂതന്മാരും എല്ലാവരും ത്രിയേക ദൈവം എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ റിസപ്ഷൻ പിന്നെ ഇങ്ങനെ വലിയൊരു വെച്ച് കുറച്ചുകൂടെ ഒരു പബ്ലിക് ഫംഗ്ഷനായിട്ടായിരുന്നു. എന്നാൽ ശ്രീകലയുടെ പേരൻസിൻ്റെ എതിർപ്പുണ്ടായിരുന്നത് കൊണ്ട് അവരെ അറിയിക്കാതെ ശ്രീകല തന്നെ നമ്മുടെ സഹോദരങ്ങൾ നിർദ്ദേശിച്ചതനുസരിച്ച് ശ്രീകല വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയും അതിനുശേഷം ആ 2013 ഒക്ടോബർ 8-ാം തീയതി അവിടെ നമ്മളെ ജോജി പേറും സാജു പേറും ബാക്കിയുള്ള നമ്മുടെ സഹോദരങ്ങളും ഒക്കെ അവർ കോട്ടയത്തു നിന്നും ആലപ്പുഴയിൽ നിന്നൊക്കെ ബോബി പേറും സന്തോഷ് മാത്യു പേറും ബാക്കി സഹോദരങ്ങളും ഒക്കെ ഇന്ന് ഒക്കെ വന്ന് ആദ്യം അത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം അവിടെ കരുനാഗപ്പള്ളിയിൽ രജിസ്റ്റർ ചെയ്ത് പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഒരു 1.5 മണിക്കൂർ, സാധാരണ ഒരു വിവാഹ ശുശ്രൂഷ 1.5 മണിക്കൂർ നടക്കുന്ന പോലെ ഒരു വിവാഹ ശുശ്രൂഷ വീട്ടിൽ നടക്കുമായിരുന്നു. അപ്പം ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ വിവാഹ ഉടമ്പടി ഏറ്റു പറയുമ്പം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, സഭ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിച്ച് പോറ്റി പുലർത്തുന്നൊക്കെ ആ ഒരു ഉടമ്പടി വാചകത്തിൽ നമ്മളത് ഏറ്റു പറയുന്നുണ്ട്. അത് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കത് വല്ലാതെ ഗദ്ഗതം വന്നാണ് ഞാനത് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഞാനത് ദൈവത്തിൻ്റെ കൃപയാൽ അത് മീൻ ചെയ്ത് പറയും. ഞാനങ്ങിട്ട് പിന്നീട് സാക്ഷ്യം പറയുമ്പോഴും ഞാൻ പറഞ്ഞു, അത് കർത്താവ് എന്നെ എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളൊരു കാര്യം ഞാൻ ആലോചിച്ചു പോയി. അത് ആ ഉടമ്പടി വാചകം പറഞ്ഞപ്പോൾ അതുപോലെ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കും എന്നുള്ളൊരു കാര്യം അത് ഏറ്റു പറഞ്ഞപ്പോൾ എൻ്റെ വാക്കുകൾ ഇടറിപ്പോയതാണെന്ന് ഞാൻ സാക്ഷ്യം പിന്നീട് അതിനുശേഷം സാക്ഷ്യം പറഞ്ഞപ്പോൾ സഹോദരങ്ങളോട് പറഞ്ഞു. അന്നൊന്നും ഇതുപോലെ മൊബൈൽ റെക്കോർഡിങ്ങോ സൂം റെക്കോർഡിങ്ങൊക്കെ ഇല്ല, അതുകൊണ്ട് അതൊന്നും റെക്കോർഡ് ചെയ്ത് വെക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു നമുക്കതുപോലൊരു കമ്മിറ്റ്മെൻറ്റ്, ഭാര്യ അതുപോലെ സ്നേഹിപ്പാനും കരുതാനും ഭർത്താവിനെ അതുപോലെ ബഹുമാനിപ്പാനും കീഴടങ്ങാനുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്, പരസ്പരം കീഴടങ്ങുന്ന ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ വാക്യം ഒന്ന് പെട്ടെന്ന് കണ്ടായിരുന്നു. എഫേസ്യർ 5:22 മുതൽ ഭാര്യമാരെ എന്നും പറഞ്ഞ് പറയുന്നേ. അപ്പോൾ അതിന് അവിടെ നമ്മൾ ശരിയാണ്, ഭർത്താവാണ് തല, ഭാര്യയാണ് ശരീരം എന്ന് പറയുമ്പോൾ അവിടെ അതെല്ലാം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പായിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നൊരു വാക്യമുണ്ട്. 22-ാമത്തെ വാക്യം മുതൽ, എഫേസ്യർ 5:22 മുതൽ ഭാര്യമാരെ കർത്താവിന് സ്വന്തം ഭർത്താവിനെ എന്നവണ്ണം കീഴടങ്ങുന്നു പറയുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പ് ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുവിൻ, പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുവിന്ന് 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ് കർത്താവിന് പാടുന്ന കാര്യവും എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുന്ന കാര്യമൊക്കെ 19-20 വാക്യങ്ങളിൽ പറഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ ഭയത്തിൽ, ആ ഭയഭക്തി ബഹുമാനത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഭാര്യമാരെ കീഴടങ്ങുവിൻ, ഭർത്താക്കന്മാരെ സ്നേഹിക്കും. അപ്പം അതായത് ഭർത്താക്കന്മാരും ഭാര്യമാരോട് അന്യോന്യം കീഴ്പ്പെടുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ എവിടെ കീഴടങ്ങണം എവിടെ കീഴ്പ്പെടരുത് എന്ന് ചോദിച്ചാൽ, എബ്രഹാമിൻ്റെ സാറയുടെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, എബ്രഹാമിനോട് ഒരു സന്ദർഭത്തിൽ ദൈവം പറയുന്നുണ്ട്, സാറ പറയുന്നത് നീ കേൾക്കണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ എബ്രഹാം ദൈവം കേൾക്കേണ്ടതെന്ന് ആഗ്രഹിച്ചൊരു കാര്യം വേറൊരു സന്ദർഭത്തിൽ കേട്ട ഒരു സന്ദർഭമുണ്ട്. ആ 2 വാക്യം പെട്ടെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അതിൻ്റെ ഒരു ബാലൻസ് നമുക്ക് അതിലൊന്ന് മനസ്സിലാക്കാൻ. അതായത് ശരിയാണ്, ചില കാര്യങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോൾ ഞാൻ മിക്കപ്പോഴും തന്നെ ചില കുടുംബത്തിനെ ബാധിക്കുന്ന ഡിസിഷൻസ് ആണെങ്കിൽ മിക്കപ്പോഴും, അല്ലെങ്കിൽ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ഓൾവേസ്, എല്ലായ്പ്പോഴും തന്നെ കുടുംബത്തെ ബാധിക്കുന്ന ഡിസിഷൻസ് ഞാൻ തന്നെ എടുക്കാറില്ല. ഞാൻ എൻ്റെ വൈഫിനോടും കൂടെ ചോദിക്കും, അത് ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പലപ്പോഴും ഞാൻ കാണാത്തൊരു ആംഗിള് സ്ത്രീകൾ പറയുന്നുണ്ടാവും. അപ്പം അതുകൊണ്ട് ഞാനാണ് തല, അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ഇവിടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്നുള്ളൊരു ഏകാധിപതിയുടെ മനോഭാവമല്ല, മറിച്ച് കുടുംബത്തെ, അപ്പം നമ്മുടെ വ്യക്തിപരമായൊരു ഡിസിഷൻ നമ്മളുടെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ ഓഫ്കോഴ്സ് നമ്മളങ്ങ് എടുക്കുന്നു. എന്നാൽ ഭാര്യയും കുഞ്ഞുങ്ങളെയൊക്കെ ബാധിക്കുന്ന, കുടുംബത്തെ ബാധിക്കുന്ന ഒരു ഡിസിഷനാണ് ഇത് വാങ്ങണോ അല്ലെങ്കിൽ ഇങ്ങനെ അത് ചെയ്യണോ അവിടെ പോകണോ എന്നുള്ളൊരു കാര്യം ഞാൻ സ്ത്രീകളോടും കൂടെ പറയും. അത് വേറെ അതിനെ പഠിപ്പിച്ച് പറഞ്ഞതല്ല, പരിശുദ്ധാത്മ നമുക്കത് അങ്ങനെ വരുന്നത്, അത് സ്വാഭാവികമാണ്. അങ്ങനെ പറയുമ്പോൾ അപ്പോൾ അത് ഞാൻ ആ ഒരു എബ്രഹാമിൻ്റെ ജീവിതത്തിലുള്ള ആ 2 വാക്യങ്ങൾ ഞാനങ്ങ് പറഞ്ഞേക്കാം. ഉൽപ്പത്തി പുസ്തകം 21:12 എന്താ അവിടെ ഹാഗാറിനെ പറഞ്ഞയച്ചതിനോടുള്ള കോണ്ടെക്സ്റ്റിൽ 21 ഉൽപ്പത്തി 21:12 21-12 ഓർക്കാൻ എളുപ്പം. എങ്ങനെയാ 21 തിരിച്ചിട്ടാൽ 12. ഓക്കെ. അപ്പം അതിൻ്റെ ആ അവസാനം, സാറ നിന്നോട് പറഞ്ഞതിലൊക്കെ അവളുടെ വാക്ക് കേൾക്കുക. whatever സാറ tells you, you listen to her. അതായത് ഇപ്പം സ്ത്രീകൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ ഞാൻ അപ്പടിയെ അങ്ങ് എപ്പോഴും അങ്ങ് എടുക്കത്തില്ല, മറിച്ച്
ഞാൻ കർത്താവിനോട് ചോദിക്കും, കർത്താവിന് എനിക്കതിനൊരു സ്വാതന്ത്ര്യം ഉണ്ടോ? അല്ല ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് വേറൊരു ഒപ്പീനിയൻ ഉള്ളെങ്കിൽ ഞാൻ സ്ത്രീകളോട് പറയാം, അല്ല ഫീൽ അങ്ങനെയല്ല, ഇങ്ങനെയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞ് ഞങ്ങളൊരു തീരുമാനത്തിലെത്തും, ഒരു കൺസെൻസസിൽ, ഒരു സമവായം. 21/12 ഉൽപ്പത്തി 21/12 അവസാനം അപ്പം ചില കാര്യത്തിൽ യുനോ സ്ത്രീകൾ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതിനെക്കാട്ടിലും സ്ത്രീകൾ പറഞ്ഞതാണ് കുറച്ചുകൂടി സ്യൂട്ടബിൾ എന്ന് എനിക്ക് എന്നെ ആത്മാവ്. അതായത് ഇവിടെ എബ്രഹാമിനോട് ദൈവം പറയുമോ സാറ പറയുന്നത് കേൾക്കുക എന്ന് പറയുന്നത് പോലെ ഭർത്താക്കന്മാരായ നമ്മളോട് ചില സന്ദർഭങ്ങളിൽ ദൈവം പറയും, നിന്റെ അഭിപ്രായം ഭാര്യ പറയുന്നതാ ഈ ഒരവസരത്തിൽ കേൾക്കേണ്ടതെന്നുള്ള. അത് പരസ്പരം കീഴടങ്ങുന്നൊരു കാര്യം. എന്നാൽ ചില അവസരങ്ങളിൽ ഭാര്യ ചിലപ്പം എന്തെങ്കിലും ചിലപ്പോൾ സാറ് പറഞ്ഞൊരു മണ്ടത്തരമാണ് എല്ലാ കുഴപ്പത്തിനും കാരണം. നമുക്ക് 16-ാം അധ്യായത്തിലേക്ക് വരുവാണെങ്കിൽ അല്ലേ, 16-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഹഗാറിൻ്റെ അടുക്ക് പോകാൻ വേണ്ടി സാറ ഒരു മണ്ടത്തരം പറഞ്ഞു കൊടുത്തു സ്വന്തം ബുദ്ധിയിൽ. എന്നാൽ അവൻ്റെ അവസാനം 16:2 എബ്രാം സാറയുടെ വാക്ക് അനുസരിച്ചു. അത് എല്ലാ കുഴപ്പത്തിനും കാരണം. ആദാം ഏവാളിൻ്റെ വാക്ക് അനുസരിച്ചു, പഴമൊക്കെ എടുത്തു കൊടുത്തപ്പോൾ അതങ്ങ് എടുത്ത് തിന്നു. അപ്പം അതാ ഒരു ബാലൻസ്. ദൈവം പറഞ്ഞപ്പോൾ സാറയുടെ വാക്ക് കേൾക്കാൻ പറയുമ്പോൾ, അതായത് ഭാര്യയുടെ വാക്ക് ഈ ഒരു അവസരത്തിൽ ഭാര്യ പറയുന്നതിലാണ് കുറച്ചുകൂടെ ഒരു ജ്ഞാനമുള്ളത്. എന്നാൽ വേറൊരു അവസരത്തിൽ ചിലപ്പം സൗകര്യം നിലയിൽ ചിലപ്പോൾ ഒരു സ്വന്തത്തിലുള്ളൊരു അഭിപ്രായമായിരിക്കും പറഞ്ഞത്, നമ്മളെല്ലാം ബലഹീന പാത്രങ്ങളാണ്. അപ്പം നമുക്കത് അല്ല, കുടുംബത്തിൻ്റെ തലവനെന്ന നിലയിൽ നമുക്ക് അല്ല, അത് അങ്ങനെയല്ല വേണ്ടത്, അതല്ല, അത് ദൈവനാമം മഹത്വപ്പെടുന്ന രീതിയിൽ അങ്ങനെയല്ല, ഇങ്ങനെ കുറച്ചുകൂടെ ഈവൻ ഞാൻ തന്നെ ചില കാര്യങ്ങളൊക്കെ സ്ത്രീകൾ പറയുമ്പോൾ ഞാൻ പറയും അങ്ങനെയല്ല, ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ സ്ത്രീകൾ അത് പറയാം, അത് ശരിയാണ് സന്ധ്യയോട്ടം പറഞ്ഞത് ശരി. ഞാൻ പറഞ്ഞു വെച്ചാൽ ആ ഒരു അന്യോന്യം കീഴ്പ്പെടുന്നൊരു കാര്യം. ഇപ്പം വേറെ പല കാര്യങ്ങളുമൊക്കെ പ്രാക്ടിക്കലായിട്ടുള്ള പല കാര്യങ്ങളിലുമൊക്കെ ഞാൻ പറയുന്നതിനെക്കാട്ടിലും വളരെ ജ്ഞാനത്തോടെ സ്ത്രീകളെ പല അഭിപ്രായങ്ങൾ പറയും. ചില കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞു വെച്ചാൽ ആ ഒരു അന്യോന്യം കീഴ്പ്പെടുന്നൊരു കാര്യം, അത് എത്ര വലിയൊരു കൂട്ടായ്മയാണ്. അവിടെ ഫൈനൽ ഡിസിഷൻ ഓഫ് കോഴ്സ് ആ ഒരു ആസ് ദ ഹെഡ് ഓഫ് ദ ഫാമിലി, ഒരു കുടുംബത്തിൻ്റെ തലവൻ എന്നുള്ള നിലയിൽ ഫൈനലായിട്ടുള്ള ഡിസിഷൻ എന്ന് പറയുന്നത്. വിക്ടർ ബോർ പറയുന്ന എക്സാമ്പിൾ പറയുവാണെങ്കിൽ, സ്കൂട്ടർ മുമ്പേ ഇരുന്ന് ഓടിക്കേണ്ട ആരാ? ഭർത്താവ്. അപ്പോൾ പുറകിലിരിക്കുന്നതാണോ എളുപ്പം, മുമ്പിലിരുന്ന് ഓടിക്കുന്നതാണോ എളുപ്പം എന്ന് ചോദിച്ചാൽ പുറകിലിരിക്കുന്ന എളുപ്പം. പക്ഷേ പലപ്പോഴും സഹോദരിമാർക്ക് മുമ്പിലിരുന്ന് ഓടിക്കാനാ അതങ്ങനെ അല്ല, അങ്ങോട്ട് തിരി എന്ന് ചിലപ്പോൾ പുറകിലിരിക്കുന്നവർക്കൊരു ടെംപ്റ്റേഷൻ ഉള്ളത് എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ ശരിയാണ്, എളുപ്പമുള്ള കാര്യം പുറകിലിരിക്കുന്നതാണെങ്കിൽ പോലും ഇങ്ങനെ ആ ഒരു പാടുള്ള കാര്യമായിട്ടുള്ള ആ കുടുംബത്തെ ഏത് ഡയറക്ഷനിലോട്ട് നയിക്കണം എന്നുള്ളൊരു കാര്യം ഭർത്താവിൻ്റെ ചുമലിന്മേലാണ് ദൈവവചനം വെച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞാനിനി ആ കാര്യങ്ങൾ നമ്മൾ ഇനിയും ധ്യാനിക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ, പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരിക്കും. ഞാൻ ഒത്തിരി കാര്യങ്ങൾ അതിലേക്ക് പോകുന്നില്ല. പിന്നെ കുഞ്ഞുങ്ങൾ അപ്പനമ്മമാർക്ക് കീഴടങ്ങുന്ന കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് പറഞ്ഞു. യേശു കർത്താവ് അപൂർണരായിട്ടുള്ള ആ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയതുപോലെ യോസേഫും മറിയവും കത്തോലിക്ക സഹോദരങ്ങൾ പറഞ്ഞ പോലെ യോസഫും മറിയവും ഇമാക്കുലേറ്റ് മേറി പരിശുദ്ധ മറിയോ അല്ലെങ്കിൽ അമലോത്ഭവം മറിയോ ഒന്നും അല്ല. അതൊക്കെ കത്തോലിക്കരുണ്ടാക്കിയ പല പാരമ്പര്യങ്ങളാണ്. യോസഫും മറിയവും സാധാരണ സഹോദരങ്ങളായിരുന്നു. അവർ ഓഫ്കോഴ്സ് നല്ല കമ്മിറ്റ്മെൻ്റ് ഉള്ള വിശുദ്ധരായ നല്ല ഏറ്റവും പ്രതിബദ്ധതയും സമർപ്പണം ഉള്ള സഹോദരങ്ങളായിരുന്നു. എങ്കിൽ പോലും അവരും സാധാരണ മനുഷ്യരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് യോസഫും മറിയവും പല കാര്യങ്ങളും ഒക്കെ പറയുമ്പം യേശുവിന് അതിനെക്കാട്ടിലും ജ്ഞാനത്തോടുള്ള കാര്യങ്ങളുണ്ടായിരുന്നെങ്കിൽ അപ്പനമ്മമാർ പറഞ്ഞെന്നുള്ള നിലയിൽ യേശു അതിനങ്ങ് കീഴടങ്ങുമായിരുന്നു. എന്നാൽ ചില കാര്യങ്ങൾ എന്തെങ്കിലും യേശുവിന് എന്തെങ്കിലും വേറൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ യേശു പറയുമായിരിക്കും, അമ്മേ അപ്പം അമ്മേ ഇങ്ങനല്ലേ ചെയ്യുന്നത്, കുറച്ചുകൂടെ നല്ലത് അങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവരതങ്ങ് ഓക്കെ പറയുമായിരിക്കും. എന്നാൽ ചില കാര്യങ്ങൾ അവർ പറയുമല്ല, ഞാനാ പറയുന്നത്, അപ്പോൾ ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാൽ മതി എന്ന് പറയുമ്പം അവിടെ യേശു അങ്ങ് കീഴടങ്ങുമായിരുന്നു. ആ ഒരു കുഞ്ഞുങ്ങൾ അപ്പനമ്മമാർ പറയുന്നത് അങ്ങ് അനുസരിക്കുമ്പോൾ അത് എത്ര വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളായിട്ടുള്ളവരൊക്കെ ആ ഒരു കർത്താവിൻ്റെ മാതൃക, അച്ഛനും അമ്മയും ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള പേരൻസാണ്, എങ്കിലും അപ്പനമ്മമാർക്ക് പ്രായമായിട്ടുള്ള അപ്പനപ്പന്മാരെ അനുസരിക്കുന്ന കാര്യമില്ല. നമ്മൾ സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെയും വയസ്സായ അപ്പനമ്മയെ അനുസരിക്കുന്ന കാര്യമല്ല, മറിച്ച് കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ അപ്പനമ്മമാരെ അനുസരിക്കുന്നവെന്നുള്ള കാര്യമാണ്. പ്രായമായതിനു ശേഷം നമ്മൾ 40-50 വയസ്സും കുടുംബവും ആയതിനു ശേഷം പിന്നെ അപ്പനും അമ്മയോടും അനുസരിക്കുകയല്ല വേണ്ട, അവരെ കരുതുകയും ബഹുമാനിക്കുകയും വേണം. പക്ഷെ അവരിൽ നിന്ന് നമ്മൾ വിട്ടു പിരിഞ്ഞ് വേണം ഭാര്യയോട് പറ്റിച്ചേരാൻ എന്നാണ് ഉൽപ്പത്തി 2:24 എന്താ വായിക്കുന്നത്. മനുഷ്യന് അപ്പനമ്മമാരെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേരണം. ആ ഒരു ലീവിങ് നടന്നാലേ ക്ലീവിങ് നടക്കുകയുള്ളൂ. ഷാൽ ലീവ് ഹിസ് ഫാദർ ആൻഡ് മദർ ആൻഡ് ഷാൽ ക്ലീവ് ടു ഹിസ് വൈഫ്.
ഉൽപ്പത്തി 2:24 ആ കൽപ്പന ഏദൻ തോട്ടത്തിന് വെളിയിൽ ദൈവം ആദ്യമായിട്ട് മനുഷ്യന് കൊടുത്ത കൽപ്പനയായിട്ട് നമ്മൾ ഉൽപ്പത്തി 2:24 ആ ഒരു കാര്യം നമ്മൾ വായിക്കുന്നത്. അപ്പനമ്മയെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുന്നൊരു കാര്യം. അപ്പം ആ ഒരു ഈവൻ സഹോദരിമാരോടും അതുപോലുള്ളൊരു വാക്യം ഉള്ളത് നമുക്കറിയാം. എന്താ 46-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യം, 45-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യം, 45-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ അല്ലയോ കുമാരി കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക. അപ്പം എൻ്റെ കല്യാണത്തിന് ശേഷവും പല ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള ഉരസലുകൾ, എൻ്റെ അപ്പൻ അങ്ങനെ പറഞ്ഞു, എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് അവരെ സൈഡ് പിടിച്ച് നിൽക്കുന്നു, ഭർത്താവ് അവരെ സൈഡ് പിടിച്ച് നിൽക്കുന്നു, അല്ലാത്ത കോടിളക്കവും കാര്യങ്ങളും ഉണ്ടാകുന്നു. എന്ന് അപ്പനമ്മമാരെ നമ്മൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അവർക്ക് വേണ്ടുന്ന കരുതുന്നു. ഹൃദയായ മാതാവിനെ നമ്മൾ മറക്കരുതെന്നുള്ള ആ വാക്യമൊക്കെ നമ്മൾ സദൃശവാക്യം 23 ബ്രദർ വായിച്ചു. അതെല്ലാം കരുതിയെല്ലാം വേണം. എന്നാൽ നമ്മൾ അവർക്കെല്ലാം കീഴടങ്ങിയിരിക്കേണ്ടത് നമ്മൾ കുടുംബത്തിന് നാഥൻ എന്ന നിലയിൽ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്ക് തലവനായിട്ട്. ഇപ്പം ഞാൻ താമസിക്കുന്ന ആ ഭവനത്തിൽ അച്ഛനും അമ്മയും ഉണ്ടാക്കിയ വീടായതുകൊണ്ട് അവിടെ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുണ്ടാക്കിയ വീടായതുകൊണ്ട് എനിക്ക് ആ വിഗ്രഹങ്ങളൊന്നും എടുത്ത് കളയാൻ പറയാൻ പറ്റത്തില്ല. ഓഫ് കോഴ്സ് ഞാൻ ദൈവം സഹായിച്ച് ഇപ്പോൾ ബിൽഡ് ചെയ്യുന്ന വീട്ടിൽ ഞാനത് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ്, നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങോട്ട് കൊണ്ടുവരികയോ ചെയ്യരുത്. രണ്ട് തരത്തിലുള്ള വിഗ്രഹങ്ങളാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. ഒന്ന് ടി വി ആകുന്ന വിഗ്രഹമുണ്ട്. അപ്പോൾ ആ ടി വി ആകുന്ന വിഗ്രഹം, കേബിൾ കണക്ഷനോടുകൂടി ടി വി ആകുന്ന വിഗ്രഹവും അങ്ങോട്ട് പ്രവേശനമില്ല. പിന്നെ ഹൈന്ദവ വിഗ്രഹങ്ങളാകുന്ന കുറച്ച് വിഗ്രഹങ്ങളും അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെയുള്ള വിഗ്രഹവും പുതിയ വീട്ടിലേക്ക് പ്രവേശനം ഇല്ലെന്നുള്ള കാര്യം ഞാനത് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ ആക്ച്വലി എന്തിനാ പറഞ്ഞത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്ത്രീകളുടെ പേരൻസിനെ സന്ദർശിക്കാൻ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ ഈവൻ വീട്ടിലായിരിക്കും തന്നെയും അതുപോലെയൊക്കെയുള്ള ഹൈന്ദവ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള കുറച്ച് അതിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ചില പ്രോഗ്രാംസോ അങ്ങനെയുള്ള അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലാതിരിക്കാൻ തക്കവണ്ണം ഞങ്ങൾ വളരെ കെയർഫുള്ളായിരിക്കും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള അവർക്ക് ആ ഒരു ദൈവം സഹായിച്ച് അത് ഇതിന് വലിയ അത്ഭുതമായി. പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, എങ്ങനെ അങ്ങനെയുള്ളൊരു വിഗ്രഹം വീട്ടിൽ താമസിച്ചിട്ട് എങ്ങനെ ആ കുഞ്ഞുങ്ങൾ അതുപോലെ അവർ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആകാതെ അവർ കുഞ്ഞുങ്ങൾ അവർക്ക് അങ്ങോട്ട് സുവിശേഷം പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ എങ്ങനെ ആവാനൊക്കെ വെച്ചാൽ ദൈവം ചെയ്ത കാര്യമാണ്. ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഓഫ് കോഴ്സ് ഞങ്ങൾക്ക് വേറെ മാറി താമസിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ജാതീയമായ ഇൻഫ്ലുവൻസിൽ കറപെടാതെ ഇത്രത്തോളം ദൈവം നിർമ്മലമായിട്ടൊക്കെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പം ആ ഒരു അപ്പനമ്മമാരെ അനുസരിക്കുന്നത് കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് എന്നാൽ നമ്മൾ കുടുംബസ്ഥനായി കഴിഞ്ഞാൽ അവരെ നമ്മൾ അനുസരിക്കേണ്ടതായിട്ടില്ല. അവരെ വിട്ടുപിരിഞ്ഞ് നമ്മൾ ഭാര്യയുമായിട്ട് നമ്മൾ വൺ യൂണിറ്റ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു യൂണിറ്റ് ആയിരിക്കണം. എന്നാലേ ഇപ്പം ബ്രദറിന് ആദ്യം പറഞ്ഞു തുടങ്ങിയതുപോലെ ഹസ്ബൻഡും വൈഫും തമ്മിൽ നിങ്ങളൊരു യൂണിറ്റ് ആണെങ്കിലേ, നിങ്ങൾ തമ്മിലുള്ളൊരു കൂട്ടായ്മ ഉണ്ടെങ്കിലേ കുഞ്ഞുങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കത്തുള്ളൂ. അല്ലെങ്കിൽ അപ്പൻ്റെ ഭാര്യ മക്കളുടെ പക്ഷത്ത് ചേരുന്നു, ഭർത്താവ് വേറൊരു പക്ഷം, ഭാര്യയും മക്കളും കൂടെ ഒരു വർഷം. പല കുടുംബങ്ങളിലും നടക്കുന്നതാണ്. ഭർത്താവിനെതിരെ പോരടിക്കുന്നു, ഭാര്യ ഒരു കുഞ്ഞുങ്ങളോട് ചേർന്ന ഒരു വശത്തേക്ക്. അങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളിൽ സാത്താൻ അവിടെ ഇങ്ങനെ വാണുകൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം. എന്നാൽ സാത്താനെ കാൽക്കീഴിൽ ചതയ്ക്കണമെങ്കിൽ നമ്മളിവിടെ നമ്മൾ സാക്ബേർന്ന് കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് എഫേസ്യർ 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലാണ് പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുവിൻ എന്നുള്ളൊരു കാര്യം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആണെങ്കിൽ എന്ത് എഴുതും, ആദ്യം തന്നെ സാത്താനെതിരെ പോരാടുന്ന കാര്യമായിരിക്കും പറയുന്നത് അല്ലേ. എന്നാൽ ഒരു പോർഷൻ കഴിഞ്ഞിട്ടാണ്, ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടാണ് പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ സർവായുധ വർഗം ധരിച്ച് പിശാചിനെതിരെ പോരാടുന്ന കാര്യം പറയുന്നത്. അത് ഏത് പോർഷനാണെന്ന് ചോദിച്ചാൽ എഫേസ്യർ 5-ന്റെ 19 എഫേസ്യർ 5-ന്റെ നമ്മളിപ്പോൾ ആ പോർഷനിലേക്ക് ഒന്ന് തിരിക്കുകയാണെങ്കിൽ എഫേസ്യർ 5-ന്റെ 18 ആത്മാവിനാൽ നിറയപ്പെടും, പരിശുദ്ധാത്മ നിറയപ്പെടുക എന്നുള്ള കാര്യം പറയുന്നത്. എഫേസ്യർ 6-ന്റെ 10 മുതലാണ് ആ ഒരു സർവായുധ വർഗം ധരിച്ച് പിശാചിനെതിരെ പോരാടുക എന്നുള്ള കാര്യം പറയുന്നത്. എന്നാൽ അതിൻ്റെ ഇടയ്ക്കുള്ള പോർഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ കുടുംബ ബന്ധത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്താ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധം, അവിടെ സഹായത്തിന് നിൽക്കുന്ന അന്ന് അടിമകളൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന് അല്ലെങ്കിൽ ഹെൽപ്പേഴ്സായിട്ട് നിൽക്കുന്നവരുമായിട്ടുള്ള ബന്ധം. അതിനുശേഷമാണ് ആ കുടുംബത്തിലെ ബന്ധത്തിൻ്റെ പറഞ്ഞതിന് ശേഷമാണ് ഈ പിശാചിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ കാര്യം പറയുന്നത്. ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ പിശാചിനെതിരെ നമ്മൾ പോരടിക്കണമെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ നമ്മൾ ദൈവവചനപ്രകാരമുള്ള ഒരു മാതൃകയിൽ നമ്മൾ പോകുന്നവരാണെങ്കിൽ പിശാചിനെതിരെ
ജഡരക്തങ്ങളോട് പോരടിക്കാതെ, ജഡരക്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, മനുഷ്യരോട് പോരടിക്കാതെ, അതായത് ചിലപ്പം ഭാര്യയോടെ ഭർത്താവിനോ അപ്പനമ്മമാരോടോ മക്കളോടോ ഒക്കെ പോരടിച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ പിശാചിനോട് പോരടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സഭയിലെ സഹോദരങ്ങളോടും പോരടിക്കാതെ പിശാചിനോട് പോരടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ തമ്മിലുള്ള ആ കുടുംബത്തിലുള്ള ബന്ധം എത്രമാത്രം സുദൃഢമായിരിക്കണം. വീട്ടിൽ വർക്ക് ചെയ്യാത്ത ടേപ്പ് റെക്കോർഡർ വേറെയൊക്കെ കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ വീട്ടിൽ ഈ ദൈവവചനം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയാം. നമ്മളെന്തോ ഏറ്റവും പെർഫെക്റ്റ് ആയി എന്നല്ല, എന്നാൽ നമുക്കുള്ള വെളിച്ചത്തിനൊത്തവണ്ണം ദൈവവചനത്തിന് കീഴടങ്ങി നമ്മൾ പോകുന്നവരാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് നമുക്ക് പ്രാഗൽഭ്യത്തോടെ കർത്താവിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനുള്ള ബന്ധത്തിൽ ആ ഒരു പ്രോമിസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എവിടെ അത് വലിയൊരു പ്രോമിസാണ്. സദൃശ്യവാക്യം 22-ന്റെ 6-ാമത്തെ വാക്യം. സദൃശ്യവാക്യം 22-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവിടെ ഒരു കമാൻഡ്മെൻ്റ് ഉണ്ട്, പ്രോമിസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും മെമ്മറി വേഴ്സസ് പറയുമ്പോൾ കൽപ്പന വാഗ്ദത്തം മാറിയും തിരിഞ്ഞ ഓരോ ആഴ്ചയും. ഇവിടെ ഈ ഒരു വാക്യം നോക്കുവാണെങ്കിൽ ഒരു കൽപ്പനയുണ്ട്, ഒരു വാഗ്ദത്തമുണ്ട്. കൽപ്പന എന്താ പറയുന്നത്? ബാലൻ നടക്കേണ്ടുന്ന വഴിയെ, ബാലനാവട്ടെ ബാലികയാവട്ടെ, നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും, അവൻ ഈവൻ വെൻ ഹീസ് ഓൾഡ്, അവൻ മുതിർന്നാലും എന്നുള്ളൊരു അർത്ഥമാണ്. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിച്ചാൽ അവർ വളർന്ന് വലുതായാലും ആ വഴി വിട്ടു മാറുകയില്ല. ചൊട്ടയിലെ ശീലം ചുടല. സദൃശ്യവാക്യം 22-ന്റെ 6-ാമത്തെ വാക്യം. അപ്പം കുഞ്ഞുങ്ങളെ നടക്കേണ്ടുന്ന വഴിയിൽ, അപ്പം എസ്പെഷ്യലി ടീനേജ് വരെയുള്ള പ്രായത്തിൽ, ടീനേജ് വരെ വെച്ചാൽ ഒരു 12 വയസ്സ് വരെയൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾ നടക്കേണ്ടുന്ന വഴി അവരെ അഭ്യസിപ്പിക്കുക. അപ്പം ആ അഭ്യസിപ്പിക്കുക എന്നുള്ളൊരു ചുമതല അത് മാതാപിതാക്കൾക്കുള്ള ഒരു വലിയൊരു കർത്തവ്യമാണ്, ചുമതലയാണ്. ആ ചുമതല നമ്മൾ നിർവഹിക്കാതിരിക്കുവാണെങ്കിൽ നമുക്കതിന് നമുക്ക് ശുശ്രൂഷിക്കാനോ ദൈവവചനം പറയാനോ ഒരു പ്രാഗൽഭ്യം ഇല്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത്. പഴയ നിയമത്തിൽ അതിൽ കുറച്ച് വ്യത്യസ്തത ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ സ്വന്തം ഭവനത്തെ നേരോടെ നടത്താൻ കഴിയുന്നില്ലെങ്കിൽ സഭയെ എങ്ങനെ നടത്താൻ കഴിയുന്നൊക്കെ 1-3 ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ആ അപ്പനമ്മമാരെന്ന നിലയിൽ കുഞ്ഞുങ്ങൾ നടക്കേണ്ടുന്ന വഴി ഏതാ? ഈ ഒരു ക്രൂശിൻ്റെ വഴി, അനുസരണത്തിൻ്റെ വഴി എന്ന് പറയുമ്പോൾ അവർക്കൊരു സ്വന്തം ഇഷ്ടമുണ്ട്, അവർക്ക് തോന്നിയതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്നാൽ അവരങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യണം. അവരുടെ വാശിക്കും അവരുടെ ഓരോ വിംസ് ആൻഡ് ഫാൻസീസിന്, അവരുടെ ഓരോ തോന്നലുകൾക്ക് നമ്മൾ താളം തുള്ളുന്നവരാണെങ്കിൽ നമ്മൾ നല്ല മാതാപിതാക്കളല്ല. മറിച്ച് നമ്മൾ അവരോട് തെറ്റ് ചെയ്യുന്ന സമയത്ത് അവരോട് വളരെ സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ അവർ ടീനേജർ എത്തുന്നതിന് മുമ്പുള്ള പ്രായമാണെങ്കിൽ നല്ലൊരു അടിയും കൂടെ കൊടുക്കുക. വടി എടുക്കുക എന്ന് ഇവിടെ പറയുന്നത്. ഇത് ഈ സദൃശ്യവാക്യം 22-ന്റെ. അപ്പം ചില സഹോദരോട്, അയ്യോ സഹോദര, കർത്താവ് കരുണയുള്ളവനായതുപോലെ നമ്മൾ കരുണയുള്ളവനായിരിക്കണ്ടേ, മക്കളെ രക്ഷിക്കാവോ, മക്കളെ അടിക്കാവോ എന്ന് ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയും, മക്കളെ അടിക്കണം, അത് വചനത്തിലല്ലേ പറഞ്ഞിട്ടുള്ളത്. ചില സൈക്കോളജിയൊക്കെ പഠിച്ച് മൂത്ത് ചിലര് മക്കളെ അടിക്കരുതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള പല മണ്ടത്തരം ഉപദേശങ്ങളും ഒക്കെ പറയുന്ന ചില സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളും ഒക്കെ വരെയുണ്ട്. അപ്പം ഞാൻ പറയും, ഞാനൊരു ക്രിസ്ത്യൻ സൈക്യാട്രിസ്റ്റാണ്. ദൈവവചനത്തിൽ പറയുന്നത് എന്താ? അടിക്കേണ്ട സമയത്ത് നല്ല അടി തന്നെ കൊടുക്കണം, നല്ല വേദനിക്കുന്ന നല്ല അടി തന്നെ കൊടുക്കണം. അത് സദൃശ്യവാക്യം 22-ന്റെ, അത് പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിൽ എബ്രായർ 12-ാം അധ്യായത്തിൽ ഈ വാക്യങ്ങൾ കോട്ട് ചെയ്യുന്നുണ്ട്. അത് പഴയ നിയമത്തിലായിരുന്നു. ഇപ്പൊ പുതിയ നിയമത്തിൽ അങ്ങനെയല്ലെന്ന് പറയുന്ന വാദഗതിക്കാരെ ഞാൻ വായടപ്പിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ എബ്രായർ 12-ന്റെ 5 മുതലുള്ള വാക്യങ്ങൾ നോക്കിയാൽ അവിടെ ഡിസിപ്ലിനിങ് ചെയ്യുന്ന കാര്യം, അവിടെ ഏത് അപ്പനുണ്ട് മകനെ അടിക്കാത്ത, വെച്ചാൽ വലിയ മകനെ അടിക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. 12 വയസ്സിന് ശേഷം, ടീനേജിന് ശേഷം പിന്നെ അവരെ അടിക്കാനൊന്നും പോകരുത്. മറിച്ച് അവരോട് കാർക്കശ്യത്തോടെ ആയിരിക്കണം, എന്നാൽ സ്നേഹത്തോടെ ആയിരിക്കണം. 12 വയസ്സിന് മുമ്പാണെങ്കിൽ അപ്പോഴും സ്നേഹത്തോടെയും കാർക്കശ്യത്തോടെ ആയിരിക്കണം. എന്നാൽ കാർക്കശ്യത്തിൽ അവർക്കൊരു വേദനയുടെ ഭാഷ അവർക്ക് മനസ്സിലാവത്തുള്ളൂ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അത് വലിയൊരു സത്യമാണ്. അവർക്ക് നമ്മൾ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് മനസ്സിലാവാത്തത് വരെ അടി കൊള്ളുമ്പോൾ മനസ്സിലാവും. പിന്നെ വടി എടുക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും പിന്നെ അടി വരും എന്നുള്ളൊരു കാര്യം. അപ്പം അവർക്ക് ആ വേദന, അത് ദൈവത്തിന്റെ ജ്ഞാനമാണ്. നമുക്ക് ദൈവത്തെക്കാട്ടി കൂടുതൽ ജ്ഞാനമൊന്നുമില്ല. ആ 22-ന്റെ 6 നമ്മളിപ്പോൾ വായിച്ചു. 22-15 ബാലന്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു. ഹൃദയത്തിൽ എന്താ പറ്റിയിരിക്കുന്നത്? ഇപ്പം ഈ ചരുവത്തിലൊക്കെ കരി പറ്റിയിരിക്കുന്നു, നമ്മൾ ചരണ്ടി അത് എടുത്ത് കളയുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ ബാലന്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു. ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവരിൽ നിന്ന് അകറ്റി കളയും. ഈ ശിക്ഷയ്ക്കുള്ള വടിയൊക്കെ അത് ചിരണ്ടി കളയണ്ടേ. അപ്പൊ ശിക്ഷയ്ക്കുള്ള വടി ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നീട് നമ്മൾ അത് റീപ്പ് ചെയ്യേണ്ടി വരും. എത്രയോ മാതാപിതാക്കള് നമുക്കറിയാം, കുഞ്ഞുങ്ങള് അവര് നമ്മൾ വേറെ ആരും വിധിക്കാനല്ല, അവർ ദൈവവചനപ്രകാരം പോയില്ല എന്നുണ്ടെങ്കിൽ
എന്താ അവിടെ നമ്മൾ പറയേണ്ടത്? ഒരുപക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്ത് കാണും. അതിനുശേഷവും മേ ബി അവർ ടീനേജൊക്കെ ആയപ്പോഴത്തേക്ക് അവർ മത്സരികളായിട്ട് പോകുന്നു, അവർ ദൈവവചനം കേൾക്കാതെ അങ്ങ് പോകുന്നു എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താ ചെയ്യണ്ടേ? സാക്ബേർ പറയുന്ന ഒരു കാര്യമുണ്ട്, അവിടെ നിങ്ങൾ ന്യായീകരിച്ചുകൊണ്ട് ഞാൻ വേണ്ടുന്ന വണ്ണമൊക്കെ അവനെ അഭ്യസിപ്പിക്കേണ്ട വിധത്തിലൊക്കെ അഭ്യസിപ്പിച്ചു, അവനിപ്പോൾ അങ്ങ് വലുതായപ്പോൾ അവളിപ്പോൾ വലുതായപ്പോൾ അങ്ങനെ പോവുക എന്ന് പറഞ്ഞ് നമ്മളെ ന്യായീകരിക്കുകയാണെങ്കിൽ വി ആർ മേക്കിംഗ് ഷുവർ ദാറ്റ് ദേ വിൽ ഗോ ടു ഹെൽ. എന്നുവെച്ചാൽ അവർ നരകത്തിലേക്ക് പോകാനും നമ്മൾ വഴി തുറന്നു കൊടുക്കുക. നമ്മളുടെ ഭാഗമൊക്കെ ശരിയാ, അവര് തെറ്റായിട്ട്, ഞാൻ നന്നായിട്ട് വളർത്തിയതാ, അവന് തെറ്റായിട്ട് പോവുക, അവൾ തെറ്റായിട്ട് പോവുക എന്ന് അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ നരകത്തിലേക്ക് തള്ളിയിടുക, നരകത്തിലേക്കുള്ള പാത നമ്മൾ വെട്ടി തെളിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ അതിന് പകരം കർത്താവേ, മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ അപ്പനും അമ്മയും കൈകോർത്ത് പിടിച്ച്, നമ്മൾ മുതിർന്നവരായിട്ടുള്ള കുഞ്ഞുങ്ങളുള്ള ഒത്തിരി മാതാപിതാക്കന്മാർ ഇവിടെ ഉണ്ട്. അതിൽ ചിലർ അവിശ്വാസികളായിട്ടുള്ളവരുണ്ട്, ചിലർ വീണ്ടും പഥ്യോപദേശത്തിലല്ലാത്തവരുണ്ട്, ചിലർ മാനസാന്തരപ്പെട്ട് വരേണ്ടവരായിട്ടുണ്ട്. അങ്ങനെയുള്ള മാതാപിതാക്കളോട് ഞാൻ സ്നേഹത്തോടെ ഹൃദയം തുറന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയുക, ഞാനത് പേഴ്സണലായിട്ട് പലരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അപ്പനും അമ്മയും നിങ്ങൾ കൈകോർത്ത് പിടിച്ച് എല്ലാ ദിവസവും ദൈവമുമ്പാകെ നിങ്ങളെ തന്നെ താഴ്ത്തി, കർത്താവേ, അപ്പനെന്ന നിലയിൽ അമ്മയെന്ന നിലയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഞങ്ങൾ അവരെ വളർത്തിക്കൊണ്ട് വന്നതിൽ കുറവുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ആ സമയത്ത് അവർ വളർന്നു വരുന്ന പ്രായത്തിൽ നമ്മൾ വിശ്വാസികളല്ലായിരുന്നിരിക്കും, അല്ലെങ്കിൽ അതിനുശേഷമായിരിക്കും നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളെക്കുറിച്ചുള്ള വെളിച്ചമൊക്കെ കിട്ടിയത്. പക്ഷെ ദൈവം എല്ലാം അറിയുന്നുണ്ട്. അവിടെ പക്ഷെ നമ്മൾ ന്യായീകരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇനിയിപ്പം അവനെങ്ങനെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രാഘവമട്ടിൽ അവരെ വിടാനല്ല, മറിച്ച് ദൈവമുമ്പാകെ നമുക്കൊരു പോരാട്ടമുണ്ട്, ഒരു പ്രാർത്ഥനയിലൊരു പോരാട്ടമുണ്ട്. നമ്മുടെ മകൾ ദൈവവഴിയിലല്ല ഇന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവവഴിയിലാണെന്ന് നമുക്ക് തോന്നിയാൽ പോലും നമുക്കൊരു പോരാട്ടം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ടെംപ്റ്റേഷൻസും പോരാട്ടങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അവിടെ അപ്പനും അമ്മയും, ഇപ്പം അപ്പന് ഒരിടത്തും അമ്മ വേറൊരിടത്തും ആണെങ്കിൽ തന്നെ ഫോണിൽ കൂടെ ആണെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനൊക്കെ എല്ലാ ദിവസവും കഴിവതും കൈകോർത്ത് തന്നെ ഇങ്ങനെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും, നിങ്ങൾ എന്താ പ്രാർത്ഥിക്കണ്ടേ? ഞാനായിട്ട് മാത്രം പറയുന്നത്, സാക്ബേർ പറയുന്നതും കൂടെ ഞാൻ പറയും. എന്നാൽ എൻ്റെ കൗൺസിലിങ്ങിലും അല്ലാതെ പേഴ്സണലായിട്ട് വേറെ ഒത്തിരി മാതാപിതാക്കളോട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മുതിർന്നവരായിട്ടുള്ള കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, കൊച്ചുങ്ങളായിട്ടുള്ള കുഞ്ഞുങ്ങളും അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ പ്രാർത്ഥിക്കണം. എന്നാൽ എസ്പെഷ്യലി മുതിർന്നവരാകുമ്പോൾ നമുക്ക് പിന്നെ അവരെ അടിക്കാനോ ഇടിക്കാനോ നോക്കത്തില്ല. അവർ ടീനേജ് കഴിഞ്ഞാൽ പിന്നെ അടിക്കാനൊക്കെ ചെന്നാൽ അത് കൂടുതൽ വഷളാവത്തേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പം മുതിർന്നവരായി കഴിഞ്ഞ് അവർ നടക്കേണ്ടുന്ന വഴി നടന്നില്ലെങ്കിൽ മാതാപിതാക്കൾ എന്ന നിലയിൽ കർത്താവേ, ഞങ്ങൾ ഒരുപക്ഷെ ഭാര്യയോ ഭർത്താവോ അതിൽ വിശ്വാസി അല്ലാത്തവരായിരിക്കാം, എങ്കിൽ പോലും പ്രാർത്ഥിക്കുക. എങ്കിൽ പോലും ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. നമ്മളുടെ ആ ഉത്തരവാദിത്തത്തിൽ കർത്താവേ, ഞാൻ അവിടുത്തെ ഇപ്പം നമ്മൾ പറയുക, ഞാൻ വേണ്ടുന്ന വണ്ണം അവനെ നടത്തി, അവനിപ്പം തോന്നിയ പോലെ പോവുക എന്ന് പറയുവാണെങ്കിൽ ഈ സദൃശവാക്യം 22:6 നമ്മളുടെ ബൈബിളിൽ നിന്ന് നമ്മൾ വെട്ടിക്കളയണം. അത് നമ്മൾ ഒരു വൈറ്റനർ വാങ്ങിച്ച് അതങ്ങ് ഡിലീറ്റ് ചെയ്ത് ഇത് ദൈവവചനം അല്ലെന്ന് പറയണം. ഇത് ദൈവവചനമാണെന്ന് പറയുവാണെങ്കിൽ നമ്മൾ എന്താ പറയണ്ടേ? കർത്താവ്, ഞാൻ വേണ്ടുന്ന വണ്ണം അവനെ നടത്തിയില്ല, അതുകൊണ്ടാണ് അവനത് തെറ്റിപ്പോയത്, അവനുള്ളത് തെറ്റിപ്പോയത്. നമ്മൾ അതിൻ്റെ ഉത്തരവാദിത്തം എടുക്കണം. നമ്മൾ പക്ഷേ നമ്മളെ തന്നെ ന്യായീകരിച്ചുകൊണ്ട് നിഗളിയായിട്ടിരിക്കുകയാണെങ്കിൽ ദൈവം നിഗളിയോട് എതിർത്ത് നിൽക്കും. പക്ഷെ നമ്മൾ അവിടെ താഴ്മയോടെ നമ്മളുടെ ഉത്തരവാദിത്തം, കർത്താവേ, അപ്പനെന്ന നിലയിൽ അമ്മയെന്ന നിലയിൽ ഞാനൊരു പരാജയമാണ്, എനിക്കിവിടെ തെറ്റുപറ്റി. നമ്മളെല്ലാവരും പരാജയമുള്ള മാതാപിതാക്കളെ, ഞാൻ ആരെയും കല്ലെറിയാനല്ല, മറിച്ച് ആ കുഴിയിൽ നിന്ന് നമ്മൾ കരകയറാൻ വേണ്ടി ഞാൻ പറയുക. നമ്മൾ അതിൻ്റെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവേ, അങ്ങനെ നമ്മൾ ഹംബിൾ ചെയ്യുവാണെങ്കിൽ, നമ്മളതിനെ താഴ്ത്തുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഉത്തരവാദിത്വം എടുത്തത് കർത്താവേ, മാതാവെന്ന നിലയിൽ പിതാവെന്ന നിലയിൽ വേണ്ടുന്നവണ്ണം ഞാൻ കർത്താവേ ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ എനിക്ക് അന്ന് വെളിച്ചമില്ലായിരുന്നു, ഞാൻ അങ്ങനെ അറിയത്തില്ലായിരുന്നു. ചിലപ്പോൾ നമ്മൾ അവിശ്വാസമായിരുന്ന സമയത്തായിരിക്കും നമ്മളുടെ മക്കളെല്ലാം ജനിച്ച് വളർന്ന് വലുതായത്. പക്ഷെ എങ്കിലും കർത്താവേ, ഇന്ന് ഞാൻ അങ്ങനെ അറിയുന്നു, ഞാൻ വീണ്ടും വേണം അവളെ വളർത്തിയില്ല, അതുകൊണ്ടാണ് കർത്താവ് ഇന്ന് അവർ കർത്താവിനെ അറിയാതെ ജീവിക്കുന്നത്. കർത്താവെ, അതുകൊണ്ട് കർത്താവെ, കർത്താവിനെ അറിയാതെ നരകത്തിലേക്ക് പോകാൻ ഇടയാവരുത്. അതുകൊണ്ട് കർത്താവെ, ഞാൻ അവിടുത്തെ മുമ്പാകെ കർത്താവെ ഉപവാസത്തോടെ പറ്റുവാണെങ്കിൽ അങ്ങനെയോ അല്ലെങ്കിൽ അതുപോലെ നമ്മൾ മാനസാന്തരപ്പെട്ട് ദൈവമുമ്പാകെ നമ്മളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമ്മളുടെ പരാജയം പറഞ്ഞ് കർത്താവ്, എനിക്ക് എൻ്റെ കുറവുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിപ്പോൾ അവിടുത്തെ വഴിയിലല്ലാത്തതെന്നുള്ളൊരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, അങ്ങനെ നമ്മൾ പ്രാർത്ഥനയിൽ ദൈവമുമ്പാകെ താഴ്ത്തുകയും ദൈവത്തെ മുഖം അന്വേഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും ദൈവം അവരെ കൊണ്ടുവരും. അത് എത്രയോ അത്ഭുതങ്ങൾ നമ്മളുടെ തന്നെ സഭയിലുള്ള പല സഹോദരങ്ങളുടെ കേസസിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുവാണ്, അവളങ്ങനെ, അവളിങ്ങനെ, അവളുടെ സ്വഭാവം ഇങ്ങനെ, അവൻ്റെ സ്വഭാവം ഇങ്ങനെ, അവനൊരു താല്പര്യമില്ല, നമ്മളെന്ത് ചെയ്യാനാ? നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളുടെ ഉത്തരവാദിത്വത്തിൽ ഞാൻ വേണ്ടുന്നവണ്ണം അവനെ വളർത്തിയില്ല എന്നുള്ളൊരു കാര്യം
നമ്മൾ ദൈവമുമ്പാകെ താഴ്മയോടെ നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് കരുണ ചോദിക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവർ ദൈവം കൊണ്ടുവരും. അല്ലാതെ അവന് എപ്പോഴെങ്കിലും അങ്ങ് വരുമായിരിക്കും, അല്ലെങ്കിൽ അവൾ എപ്പോഴെങ്കിലും അങ്ങ് വരുമായിരിക്കും എന്ന് നമ്മളൊരു സാമട്ടിലൊരു ലാഘവത്തോടെ പറയുന്നെങ്കിൽ നമ്മൾ വി ഹാവ് ടു ഹാങ് അവർ ഹെഡ് ഇൻ ഷെയിം. നമ്മൾ തലകുനിച്ച് ലജ്ജിക്കേണ്ടതാകുന്നു. നമ്മൾ ദൈവവചനം നമ്മൾ ഒട്ടും നമ്മൾ വിലമതിക്കുന്നില്ല എന്ന് എൻ്റെ അർത്ഥം. പക്ഷെ നമ്മൾ അതുപോലെ പ്രാർത്ഥനയിൽ ജാഗരിക്കുകയും വേണം. പിന്നെ ഓഫ് കോഴ്സ് അവർ തെറ്റായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മുതിർന്നവരാണെങ്കിൽ നമുക്ക് അവരെ അപ്പുറമായ നിലയിൽ അവരെ തിരുത്താൻ നമുക്ക് അധികാരമുണ്ട്. നമുക്ക് അവരോട് തിരുത്താം. അവരെ നമ്മൾ അടിക്കാനോ പിടിക്കാനോ പോകുന്നില്ല. കൊച്ചു പിള്ളേരെ നമ്മൾ ശിക്ഷിക്കുന്ന വടി കൊണ്ട് അടിവെക്കുന്ന പോലെ മുതിർന്നവരായി കഴിഞ്ഞാൽ ഒരു 12 വയസ്സ് ടീനേജ് കഴിഞ്ഞാൽ നമ്മൾ അവരെ അടിക്കാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ അവരോട് പറയണേ ഇത് പറ്റത്തില്ല, ഇത് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ദൈവജനത്തിന് വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ അവർ പറയുകയോ ചെയ്യുകയോ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുകയോ അങ്ങനെയുള്ള പ്രയോഗങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടുകെട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ അവരോട് പറയുക. ബാക്കിയുള്ള സമയത്ത് ഒത്തിരി സ്നേഹത്തോടെയും വാത്സല്യം, തെറ്റ് ചെയ്യാത്ത സമയത്ത് ഒത്തിരി സ്നേഹത്തോടെയും വാത്സല്യത്തോടെ അവരുടെ ഹൃദയത്തെ വിൻ ചെയ്യാൻ നോക്കുക. അപ്പം ബാക്കി എപ്പോഴും അവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന അവർക്ക് വീട് വിട്ട് ഓടി പോകാനായിരിക്കും തോന്നുന്നത്. മറിച്ച് നമ്മൾ തെറ്റ് ചെയ്യുന്ന നമുക്ക് ദൈവവചനപ്രകാരം യോജിക്കാത്ത ചില കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അവരോട് സ്ട്രിക്റ്റ് ആയിട്ട് അവരോട് കാര്യങ്ങൾ സ്നേഹത്തിൻ്റെ കാർക്കശ്യത്തിൽ അവരോട് സ്ട്രോങ് ആയിട്ട് ഫേമായിട്ട് പറയുക, അപ്പൻ എന്ന നിലയിൽ അമ്മയെന്ന നിലയിൽ. എന്നാൽ ബാക്കിയുള്ള സമയത്ത് എപ്പോഴും അവർ തെറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതല്ലല്ലോ. ബാക്കിയുള്ള സമയത്ത് തെറ്റ് ചെയ്യാത്ത സമയത്ത് എന്ത് ചെയ്യണം? സ്നേഹത്തോടെ വാത്സല്യത്തോടെ അവരെ കെട്ടിപ്പിടിക്കാനും അവരെ ചുംബിക്കാനും അവരെ ആശ്ലേഷിക്കാനും. കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാവരും കെട്ടിപ്പിടിക്കുക ആശ്ലേഷിക്കുകയൊക്കെ ചെയ്യുന്നവരാണോ? അയ്യോ അവരൊക്കെ വലിയ ആൾക്കാർ, അതുകൊണ്ട് ഞാൻ അവരെ ഒന്നും തൊടത്തില്ല എന്ന് പറയുന്നവരാണോ? നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം വേണം. അത് ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങളാണ്, പക്ഷേ എങ്കിൽ പോലും മുതിർന്നവരായിട്ടുള്ള മക്കളുള്ള നമ്മുടെ സഹോദരങ്ങൾ സാഗ്ബർ തന്നെ പറയുന്നൊരു ഉപദേശമാണ് പറയുന്നത്. സൈക്കാട്രിസ്റ്റ് എന്ന നിലയിൽ ഞാൻ കൂടെ ആണ് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ അവരെ ആശ്ലേഷിക്കുകയും ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുമ്പം ഓക്സിറ്റോസിൻ ഹോർമോൺ റിലീസ് ആവും എന്ന് പറയുന്നത്. പറഞ്ഞാൽ അതൊരു ലവ് ഹോർമോണാണ്. അത് നമുക്ക് തന്നെ അതൊരു സന്തോഷമായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് ആദ്യം ചിലപ്പം മുതിർന്ന കുഞ്ഞുങ്ങളെ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചിലർക്ക് ഇഷ്ടപ്പെടും, അതിൻ്റെ തൊഴാൻ വരണ്ടെന്നൊക്കെ ചില ടീനേജ് പിള്ളേരൊക്കെ ചിലപ്പം പറയുമായിരിക്കും. എങ്കിലും നമ്മളത് അവർക്ക് ആ ഒരു ജ്ഞാനത്തോടെ അവരോട് ചേർത്ത് പിടിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒരുമിച്ച് മുട്ടുമടക്കാനും ഒരുമിച്ച് കർത്താവിനെ അന്വേഷിക്കാനും അവരെ ചില കാര്യങ്ങൾ ചെറിയ നല്ല കാര്യങ്ങൾ ചെയ്താൽ പോലും നമ്മളത് വളരെ ഒന്ന് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനും അഭിനന്ദിക്കാനും അവരുടെ ഹൃദയം അങ്ങനെ നേടാനും അങ്ങനെ അവരെ കർത്താവിലേക്ക് നടത്താനും ഒക്കെ നമ്മൾ ഉത്സാഹിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ സഭയിലെ കൂട്ടായ്മയെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാനും സമയമില്ല, 1 മണിയായപ്പം തന്നെ. അപ്പം അതുകൊണ്ട് സഭയിലെ സഹോദരങ്ങളുള്ള കൂട്ടായ്മയിൽ നമുക്ക് കുടുംബത്തിലെ കൂട്ടായ്മ അതുപോലെ അത് സമൃദ്ധമായിട്ട് വന്ന സഭയിലുള്ള സഹോദരങ്ങളുള്ള കൂട്ടായ്മ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള കൂട്ടായ്മ, മക്കളെന്ന നിലയിൽ അപ്പനമ്മമാരെ നമ്മൾ അനുസരിക്കുന്ന കാര്യം. എന്നാൽ മുതിർന്നവരായ മക്കളാണെങ്കിൽ നമ്മൾ അപ്പനമ്മമാരെ കരുതിയും സംരക്ഷിക്കുകയൊക്കെ വേണം. എന്നാൽ അവർ നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ അനുവദിക്കരുത്. അപ്പനമ്മമാരെ വിട്ട് ഭാര്യയോട് പറ്റിച്ചു തരണം. പിന്നെ മക്കളെ വളർത്തുന്ന നിലയിൽ നമ്മൾ ശിക്ഷിക്കേണ്ടുന്ന പ്രായത്തിൽ അവരെ ശിക്ഷിക്കണം. ബാക്കി ശിക്ഷിക്കേണ്ടുന്ന പ്രായത്തിലാണെങ്കിൽ ഇപ്പോൾ അവർ ശിക്ഷിച്ചുകൊണ്ടിരിക്കണം എന്നല്ല. ഞാൻ പേരൻസിനോട് എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പേരൻറ്റിങ്ങിനെ കുറിച്ച് പലരും ചോദിക്കുമ്പോൾ പറയുന്നൊരു കാര്യം ഈ ഒരു 2 കാര്യം. തെറ്റ് ചെയ്യുന്ന സമയത്ത് സ്ട്രിക്റ്റ് ആയിരിക്കണം, അടിക്കേണ്ടെന്ന് പ്രായമാണെങ്കിൽ അടിക്കുകയും ചെയ്യണം. തെറ്റ് ചെയ്യാത്ത സമയത്ത് ഒത്തിരി സ്നേഹവും വാത്സല്യവും ഒത്തിരി കരുതലും ഒത്തിരി അപ്രീസിയേഷൻ അഭിനന്ദനവും ചേർത്ത് പിടിക്കലും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുക്കുകയും അവരോടുള്ള ഒരു കൂട്ടായ്മ ബിൽഡപ്പ് ചെയ്യാനൊക്കെ നമ്മളുടെ കുഞ്ഞുങ്ങളോടുള്ള കൂട്ടായ്മ നമുക്ക് എത്രമാത്രം ഉണ്ട്, അവരോടൊപ്പം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടോ, അതോ നമുക്ക് നമ്മുടെ ജോലിയും പൈസയായിട്ടുള്ള അതിനു വേണ്ടിയുള്ള നെട്ടോട്ടം മാത്രമാണോ, അതോ കുഞ്ഞുങ്ങളോടും ഭാര്യയോടും മക്കളോടും ഭർത്താവിനോടും ഒക്കെ ഉള്ള ഒരു കൂട്ടായ്മയുടെ ഒരു സമയം, ഒരു ക്വാളിറ്റി ടൈം. നമ്മളെല്ലാവരും വീട്ടിൽ ഒരു കുടുംബ പ്രാർത്ഥനയുടെ സമയം തന്നെയോ അല്ലെങ്കിൽ അതുപോലെ ഒരു സമയം, ക്വാളിറ്റി ടൈം എല്ലാ ദിവസവും എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു സമയമൊക്കെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും. ദൈവം നമ്മളെ തുടർന്ന് അനുഗ്രഹിക്കട്ടെ. അതിശയമേ യേശുവിൻ സ്നേഹമാനന്ദമേ ആയതിൻ ധ്യാനം. നമ്മൾ കുടുംബത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ട് ഇനി ഒത്തിരി കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. അതിനായിട്ടുള്ള ബലം കർത്താവ് തന്നെയാണ്. നമുക്ക് ആ സ്നേഹത്തിൻ്റെ ബലം, കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ ബലമാണ്. 625 പാട്ടിലെ അതിശയമേ യേശുവിൻ സ്നേഹമാനന്ദമേ ആയതിൻ ധ്യാനം. അതിൻ്റെ ആഴവും ഉയരവും നീളവും വീതി ആർക്ക് ഗ്രഹിക്കാം? ഈ ഭൂവിൽ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് നോക്കാം. കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മുടെ കുടുംബത്തിലും സഭയിലും പരസ്പരം സ്നേഹിക്കാൻ തക്കവണ്ണം അവിടുന്ന് സ്വർഗത്തിലെ സുഖമെല്ലാം അഖിലമെല്ലാം മറന്ന്
അലഞ്ഞ് എന്നെ മാർവിൽ അണയ്ക്കാനായിട്ട് കർത്താവേ അവിടുന്ന് വന്നല്ലോ. പകരുക നിന്റെ ആത്മശക്തി എന്നും വർണ്ണിപ്പാൻ, നിൻ പ്രേമം എന്നും വർണ്ണിപ്പാൻ. കർത്താവിൻ്റെ സ്നേഹമാണ്. കർത്താവ് നമ്മെ സ്നേഹിച്ചത് നാം പരസ്പരം സ്നേഹിക്കുന്നു. അതല്ലാതെ നമുക്കായിട്ട് ഇനിയിപ്പം ഞാൻ കുടുംബബന്ധം എല്ലാം കൂടി ഇനിയിപ്പം ഞാൻ ഇന്ന് മുതൽ അങ്ങ് ശരിയാക്കി കളയാം എന്ന് നമ്മൾ നനച്ചാൽ നമ്മളുടെ ശക്തിയാൽ അത് സാധിക്കുകയില്ല. കർത്താവിൻ്റെ അമിതബലം തന്നെ നമുക്ക് വേണം. കർത്താവിലേക്ക് തന്നെ നമുക്ക് നോക്കാം. അവിടുത്തെ സ്നേഹത്താൽ നിറയ്ക്കണമേ. അവിടുന്ന് തന്നെ കർത്താവേ നമ്മളെ ഇന്ന് കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില സമർപ്പണവും തീരുമാനങ്ങളും ഒക്കെ എടുക്കാൻ, ആ വചനം ഒഴുകിപ്പോകാതെ ആ വചനത്തിന് മുമ്പാകെ കീഴടങ്ങി ചില സമർപ്പണങ്ങളും തീരുമാനങ്ങളൊക്കെ എടുപ്പാൻ, ഭാര്യാഭർത്തൃ ബന്ധത്തിലാവട്ടെ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലാവട്ടെ, അപ്പനമ്മമാരുള്ള ബന്ധത്തിലാവട്ടെ, കർത്താവ് അവിടുത്തെ വചനത്തിൻ്റെ ജ്ഞാനം ആ വചനം പോലെ കർത്താവിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ എന്നെ സഹായിക്കണം. കുഞ്ഞുങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ, അവരുള്ള ഇടപാടുകളുടെ കാര്യത്തിൽ എല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരടിക്കുന്ന കാര്യത്തിൽ അവർക്ക് വേണ്ടി കർത്താവെ അവരെ അങ്ങ് രക്ഷിച്ചേ പറ്റൂ. കർത്താവെ അവർ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നാലേ പറ്റൂ. അവർ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങ് വരട്ടെ എന്നുള്ളൊരു ലാഘവത്തോടല്ല, മറിച്ച് അവർ കർത്താവെ അവിടുന്ന് അവരെ വീണ്ടെടുക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന. ഇതെല്ലാം കർത്താവിനോടുള്ള സ്നേഹമാണ് നമ്മളെ അവരെയും അതുപോലെ സ്നേഹിപ്പാനും വീണ്ടെടുക്കാനും ഒക്കെ ഉള്ളൊരു ഭാരം നമുക്ക് തരുന്നത്. കർത്താവിൻ്റെ ആ അതിശയകരമായ സ്നേഹത്തെ വാഴ്ത്തിക്കൊണ്ട്, കർത്താവിൻ്റെ സ്നേഹത്താൽ മമ മണാള നിൻ സ്നേഹത്താൽ നിറയുന്നേ എന്നുള്ള ഇന്നേരം പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ സ്നേഹത്താൽ നമ്മളെ നിറച്ച് പരസ്പരം അതുപോലെ സ്നേഹിപ്പാനും കരുതാനും നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാനും ഒക്കെ ആ സ്നേഹത്തിൻ്റെ എണ്ണ, എല്ലാ ഫ്രിക്ഷനും മാറ്റുന്ന എണ്ണ, എല്ലാ ഉരസലുകളും മാറ്റുന്ന ആ സ്നേഹത്തിൻ്റെ എണ്ണ നമ്മളിലേക്ക് പകരട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ പാടാം. അതിശയമേ യേശുവിൻ സ്നേഹം, ആനന്ദമേ ആയ വിജ്ഞാനം, ആഴമുയരം നീളം വീതി, ആഴമുയരം നീളം വീതി, ആർക്കുഗ്രഹിക്കാം ഈ ഭൂമി, ആർക്കുഗ്രഹിക്കാം. മമ മണാള നിൻ സ്നേഹത്താലേ, മമ മണാള നിൻ സ്നേഹത്താലേ നിറയുന്നേ ഉള്ള നിന്നേരം, നിറയുന്നേ ഉള്ള നിന്നേരം. മറന്നു സ്വർഗ സുഖമഖിലവും മറഞ്ഞ എന്നെ മാറിലണയ്ക്കാൻ, അലഞ്ഞ എന്നെ മാറിലണയ്ക്കാൻ പകരുക ആത്മശക്തി, പകരുക ആത്മശക്തി. എന്നും വർണ്ണിക്കാം നിൻ പ്രേമം, എന്നും വർണ്ണിക്കാം. മമ മണാള നിൻ സ്നേഹത്താലേ, മമ മണാള നിൻ സ്നേഹത്താലേ നിറയുന്നേ ഉള്ള നിന്നേരം, നിറയുന്നേ ഉള്ള നിന്നേരം. മറന്നാലും അമ്മത കുഞ്ഞിനെ മറക്കയില്ലൊരു നാളും നീ എന്നെ, മറക്കയില്ലൊരു നാളും നീ എന്നെ വഹിച്ചല്ലോ ഉള്ളം കയ്യിൽ, വഹിച്ചല്ലോ ഉള്ളം കയ്യിൽ. വാക്കുമാറാത്ത മഹേശ, വാക്കുമാറാത്ത മമ മണാള നിൻ സ്നേഹത്താൽ
നിൻ സ്നേഹത്താലേ നിറയും നേരം ഉള്ളമിന്നേരം നിറയും നേരം ഉള്ളമിന്നേരം കാത്തുകൃപയിൽ കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ കൈവിടാതെന്നെ കൺമണി പോലെ കലങ്ങിയുള്ള നീറും നേരം കലങ്ങിയുള്ള നീറും നേരം അരികിൽ വന്നേ ആശ്വാസം അരികിൽ വന്നേ മമ മണാളാ നിൻ സ്നേഹത്താലേ മമ മണാളാ നിൻ സ്നേഹത്താലേ നിറയും നേരം ഉള്ളമിന്നേരം നിറയും നേരം ഉള്ളമിന്നേരം ഏതുമില്ല ഏതുവാനിടത്തിൽ ഏഴമേൽ വെച്ച സ്നേഹത്തെ ഓർത്താൽ ഏഴമേൽ വെച്ച സ്നേഹത്തെ ഓർത്താൽ ഏകുന്നു സ്തുതി സ്തോത്രവും ഞാൻ ഏകുന്നു സ്തുതി സ്തോത്രവും ഞാൻ ഏറ്റുകൊള്ളുക നീ മൽപ്രിയ ഏറ്റുകൊള്ളുക നീ മമ മണാളാ നിൻ സ്നേഹത്താലേ മമ മണാളാ നിൻ സ്നേഹത്താലേ നിറയും നേരം ഉള്ളമിന്നേരം നിറയും നേരം ഉള്ളമിന്നേരം അതിശയമേ യേശുവിൻ സ്നേഹം ആനന്ദമേ ആയ വിജ്ഞാനം ആഴം ഉയരം നീളം നീതി ആഴമുയരം നീളം നീതി ആർക്കുഗ്രഹിക്കാം ഈ ഭൂമിൽ ആർക്കുഗ്രഹിക്കാം. അതെ, കർത്താവിൻ്റെ ആ മണവാളൻ്റെ സ്നേഹം നമ്മളിൽ വന്ന് നിറയട്ടെ. ആ മണവാളനായ കർത്താവ് സ്വർഗത്തിലെ സുഖമെല്ലാം വിടിഞ്ഞ് നമ്മളെ തേടി വന്ന ആ സ്നേഹത്തോടെ ഭാര്യയെ സ്നേഹിപ്പാൻ ഭർത്താക്കന്മാരോടുള്ള കൽപ്പന, ആ സഭ, ആ മണവാട്ടി കർത്താവിന് കീഴടങ്ങുന്നത് പോലെ ഭർത്താവിനെ ബഹുമാനിച്ചുകൊണ്ട് കീഴടങ്ങുവാൻ, ലുക്കപ്പ് ചെയ്യുവാൻ, ബഹുമാനത്തോട് ഉറ്റു നോക്കുവാൻ ഭാര്യമാരോടുള്ള കൽപ്പന. അപ്പനമ്മമാരെ ബഹുമാനത്തോടെ അവരെ അനുസരിക്കുവാൻ, കുഞ്ഞുങ്ങളോട് പ്രായമായ മാതാപിതാക്കളെ നമ്മൾ അതുപോലെ കരുതുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതിൻ്റെ കാര്യം. അപ്പനമ്മമാരെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേരേണ്ടതായിട്ടുള്ള കാര്യം. കുഞ്ഞുങ്ങളെ പഥ്യോപദേശത്തിനും ശിക്ഷണത്തിനും വളർത്തേണ്ടതായിട്ടുള്ളൊരു അപ്പന്മാരോടുള്ള കൽപ്പന. മാതാപിതാക്കൾ അവരെ ബാലൻ നടക്കേണ്ടുന്ന വഴിയെ നടക്കേണ്ടുന്ന ഒരു കാര്യം. അവർ നടക്കാതെ വരുമ്പോൾ അത് വടി ഉപയോഗിക്കേണ്ടതിൻ്റെ കാര്യം. അവരെ നടത്തേണ്ടതാകുന്നു. അതിൻ്റെ ഒരു ഉത്തരവാദിത്വം എടുക്കാൻ. അവർ മുതിർന്നു വന്നിട്ടും അവരെ വഴി വിട്ടു പോകുമ്പോൾ അവർക്കായിട്ട് പ്രാർത്ഥനയിൽ പോരാടുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മളുടെ കുറവ് അംഗീകരിച്ചുകൊണ്ട് മാതാപിതാക്കൾ എന്ന നിലയിൽ അവർ വളർത്തേണ്ടുന്ന വിധം അവർ വളർത്തിയില്ല കർത്താവേ, അതുകൊണ്ടാണ് ഇവർ അങ്ങേ അറിയാത്ത വഴികളിൽ പോകുന്നതെന്നുള്ളൊരു കാര്യം, ആ ഉത്തരവാദിത്വം അത് നെഞ്ചത്ത് കൈവച്ചെടുക്കുവാൻ, അങ്ങനെ ദൈവമുമ്പാകെ തങ്ങളെ തന്നെ താഴ്ത്തി
എൻ്റെ ഭാര്യ അങ്ങനെ ആയതുകൊണ്ട്, എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയതുകൊണ്ടാന്ന് പരസ്പരം പഴിചാരാതെ, ഇനി ഭാര്യ ഭർത്താവോ വിശ്വാസത്തിലില്ലെങ്കിൽ പോലും വിശ്വാസിയായിട്ടുള്ള ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ, അവർ തങ്ങളെ തന്നെ താഴ്ത്തി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഭാര്യ ഭർത്താവ് ഇതുവരെ വിശ്വാസത്തിലേക്ക് വരാത്തവരാണെങ്കിൽ നമ്മളിലൊക്കെ ആ ഉത്തരവാദിത്വം കർത്താവേ, ഒരുപക്ഷെ ഞാൻ വേണ്ടുവണ്ണം കീഴടങ്ങാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ വേണ്ടുവണ്ണം സ്നേഹിക്കാത്തതുകൊണ്ടായിരിക്കാം എന്നുള്ള ആ ഉത്തരവാദിത്വം, ഒരു വാക്ക് കൂടാതെ ഭർത്താവിനെ നേടേണ്ടതിനെക്കുറിച്ച് നമ്മൾ 1 Petrus 3:1 വായിക്കുന്ന പോലെ കർത്താവേ, എൻ്റെ ബഹുമാനമുള്ള ആ ഒരു ശുദ്ധമായിട്ട് നിർമ്മലമായ നടപ്പ് കണ്ട് കർത്താവേ എൻ്റെ ഭർത്താവ് ചേർന്ന് വരണം എന്നുള്ള ആ ഒരു കർത്താവേ, അതിനായിട്ട് എന്നെ സഹായിക്കണമേ എന്നുള്ളൊരു നിലവിളി ഭാര്യമാരുടെ ഹൃദയത്തിൽ ഉയരട്ടെ. ഒരുപക്ഷെ ഭാര്യ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ വേണ്ടുവണ്ണം, അല്ലെങ്കിൽ മക്കൾ തന്നെ വേണ്ടുവണ്ണം ആ ഒരു പഥ്യോപദേശത്തിലല്ലാതെ അവർ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു വിപ്ലവമായ ഒരു ക്രിസ്തീയതയിലാണെങ്കിൽ അവർ മാനസാന്തരപ്പെട്ട് വരാനായിട്ട്, മുതിർന്നവരായിട്ടുള്ള മക്കൾ അവർ വിശ്വാസത്തിലല്ലെങ്കിൽ, നമ്മുടെ തന്നെ മുതിർന്നവരായിട്ട് നമ്മുടെ തന്നെ മാതാപിതാക്കൾ വിശ്വാസത്തിലല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം, നമ്മുടെ സഭയിലെ സഹോദരങ്ങൾക്കായിട്ട് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം, അതെല്ലാം ഏറ്റെടുക്കാൻ തക്കവണ്ണം നമ്മളെ ശക്തിപ്പെടുത്തുന്ന ആ മണവാളൻ്റെ സ്നേഹം നമ്മളുടെ ഹൃദയങ്ങളിൽ വന്ന് നിറയട്ടെ. മമ മണവാള, നിൻ സ്നേഹത്താലെ നിറയുന്നീ എൻ്റെ ഉള്ളം ഇന്നേരം. കർത്താവേ, അവിടുന്ന് സ്നേഹിച്ചതുപോലെ സ്നേഹിപ്പാൻ, പിശാചിനെ അവരെ വിട്ടുകൊടുക്കാതിരിപ്പാൻ, നമ്മുടെ കുടുംബത്തിലുള്ളവരെ, നമ്മുടെ അപ്പനമ്മമാരെ ആവട്ടെ, മക്കളെ ആവട്ടെ, ഭാര്യയാവട്ടെ, ഭർത്താവിനെ ആവട്ടെ, അവർക്കൊന്നും പിശാചിനെ വിട്ടുകൊടുക്കാതിരിപ്പാൻ തക്കവണ്ണം ആ ഒരു സർവായുധവർഗം ധരിച്ചുകൊണ്ട് പോരാടുവാൻ, പ്രാർത്ഥനയിൽ എല്ലായ്പ്പോഴും ആത്മാവിൽ നിറഞ്ഞ് പോരാടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ മണവാളിൻ്റെ സ്നേഹത്താലെ ഞങ്ങളെ നിറയ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെയും കർത്താവിൻ്റെ വചനത്തിന് മുമ്പാകെ കീഴടക്കി കൊടുക്കാം. കർത്താവ്, അവിടുത്തെ വചനം പോലെ എന്നിലാകട്ടെ എന്ന് യേശുവിൻ്റെ അമ്മയായ മറിയം പ്രാർത്ഥിച്ചതുപോലെ, കർത്താവ്, അവിടുത്തെ വചനം ഞങ്ങൾ കേട്ടു. ആ വചനം പോലെ എൻ്റെ ജീവിതത്തിലാവട്ടെ, എൻ്റെ കുടുംബത്തിലാകട്ടെ, എൻ്റെ സഭയിലാകട്ടെ എന്ന് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ വചനത്തിൻ്റെ സ്റ്റാൻഡേർഡ്സ് എത്ര വലുതാണ്. ഞങ്ങളുടെ ശക്തി കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ സ്വയപ്രയത്നം കൊണ്ട് ഒരിക്കലും അവിടെ എത്തിച്ചേരാൻ സാധിക്കുകയില്ല. കർത്താവ്, അവിടുത്തെ സ്നേഹത്താൽ, ആ മണവാളിൻ്റെ സ്നേഹത്താൽ ഞങ്ങളെ ഇപ്പോൾ തന്നെ നിറയ്ക്കണമേ. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കുടുംബത്തിൽ അന്യോന്യം ഒരു മാതൃകാ കുടുംബമായിട്ട്, ജാതികൾക്ക് മധ്യത്തിൽ കർത്താവ് അത്ഭുത വിഷയമായിട്ട്, ജാതികളായിട്ടുള്ള നമ്മളുടെ ബന്ധുക്കളും അയൽവക്കക്കാരും നാട്ടുകാരും ഒക്കെ നമ്മളുടെ കുടുംബത്തെ കണ്ട് ഒരു അത്ഭുത വിഷയമായിട്ട് കണ്ട്, ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കൂട്ടായ്മ, അവർ തമ്മിലുള്ള ഐക്യം, അവർ മക്കളെ വളർത്തുന്ന വിധം, അവരുടെ മക്കളെ ദൈവവഴി നടക്കുന്ന ആ ഒരു വിധം കണ്ട് കർത്താവേ, അനേകരെ കർത്താവിലേക്ക്, കർത്താവിൻ്റെ മഹത്വം കൊടുക്കാൻ ഇടയാകത്തക്കവണ്ണം എൻ്റെ കുടുംബത്തെ ആക്കി തീർക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിലുള്ള കുറവുകൾ കർത്താവേ, അതെൻ്റെ കുറവാണെന്ന് ഏറ്റെടുത്ത്, എൻ്റെ ഭാര്യ അങ്ങനെ ആയതുകൊണ്ട്, എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയതുകൊണ്ട്, എൻ്റെ അപ്പൻ ഇങ്ങനെ ആയതുകൊണ്ട്, അമ്മ ഇങ്ങനെ ആയതുകൊണ്ടാണെന്നല്ല, കുറച്ച് കർത്താവ് എൻ്റെ കുറവാണ് എന്ന് ഏറ്റെടുത്ത് നമുക്ക് മാനസാന്തരപ്പെട്ട് കർത്താവ് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. ഞങ്ങളെ കുടുംബങ്ങളായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു, വ്യക്തിപരമായിട്ട് സമർപ്പിക്കുന്നു, സഭയായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ സ്നേഹത്താല കർത്താവേ, ഞങ്ങൾ നിറയ്ക്കണമേ, ശക്തിപ്പെടുത്തണമേ, ഈ വചനത്തിലൂടെ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടാക്കി തീർക്കണമേ, വലിയൊരു വഴിത്തിരിവായിട്ട് കർത്താവേ, ഞങ്ങൾ കേട്ടതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കരുതിക്കൊള്ളുവാൻ, ഞങ്ങളെ ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു. എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.